പ്രഭാവർമ്മ നാളിതുവരെ പെട്ടെന്ന് കയ്യടികൾ കിട്ടുന്ന കാവ്യപ്രവണതകൾക്കും പിന്നാലെ പോയിട്ടില്ല. ഈ ഒരൊറ്റ വാക്യം മതി പ്രഭാവർമ്മയെ അടയാളപ്പെടുത്താൻ. ചുറ്റിക്കാണുന്നൊരു ജീവിതവസനമുപേക്ഷിച്ച് നിൻ കാൽ തുടയ്ക്കാൻ പറ്റിയിടും തോർത്തുമുണ്ടൊന്നിവനിനി വിരചിച്ചിടുവാൻ നേരമുണ്ടോ. നമ്മുടെ കവിതാ പാരമ്പര്യത്തെ ആധുനികതയുമായി സംയോജിപ്പിച്ച ഒരു കവിയുടെ ദർശനത്തിലേക്കും കടക്കുന്ന ഒരു പുസ്തകമാണ് കവിതയുടെ രാഗപൂർണിമ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സാഹിത്യ പഠനത്തിൻ്റെതായ ഒരു സവിശേഷ മേഖലയിൽ ഊന്നിക്കൊണ്ടാണ് ടി.കെ. സന്തോഷ് കുമാറിൻ്റെ രചനാലോകം വികസിച്ചു വന്നത്. നമ്മുടെ സാഹിത്യം എന്ന് പറയുന്നത് ഏറ്റവും കലുഷിതമായ വിഷം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം ആശുപത്രിയിൽ കിടന്നപ്പോൾ 17 കവിതകളാണ് എഴുതിയത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ദൈവവിശ്വാസിയല്ല, പക്ഷേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇന്നലെ. പടിഞ്ഞാറ് എവിടെയോ ഒരു പരീക്ഷണം ഉണ്ടായി. ആ പരീക്ഷണത്തിൻ്റെ രീതിയിൽ നമ്മൾ എഴുതണമെന്ന് സങ്കല്പിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് നമ്മുടെ പല നിരൂപകരും ഇന്നും കഴിയുമ്പോൾ ലോക കവിത വലിയ തോതിൽ മാറുകയാണ് എന്നുള്ളത് നമ്മൾ കാണാതെ പോകുന്നുണ്ട്. ഞാനിത് വായിച്ചുകൊണ്ട് എനിക്കൊരു കാര്യം മാത്രമേ ഇതിനോട് വിയോജിച്ച് പറയാനായിട്ടുള്ളൂ. വേദിയിലുള്ള ഏറ്റവും പ്രിയങ്കരനായ ശ്രീ പ്രഭാവർമ്മ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന സാഹിത്യ നിരൂപകൻ ഡോക്ടർ കെ.എസ്. രവികുമാർ, കവിതയുടെ രാഗപൂർണിമ പ്രഭാവർമ്മയുടെ കലയും ദർശനവും എന്ന പുസ്തകം പ്രകാശിപ്പിക്കുന്ന ശ്രീ കെ.പി. രാമനുണ്ണി, അത് ഏറ്റുവാങ്ങുന്ന പ്രിയ സുഹൃത്തും കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗവുമായ ഡോക്ടർ നസീബ്, കേരള സർവകലാശാല കേരള പഠന വിഭാഗം മേധാവി സാഹിത്യ നിരൂപകനുമായ ഡോക്ടർ CR പ്രസാദ്, സദസ്സിലുള്ള പ്രിയങ്കരരെ, കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ടി.കെ. സന്തോഷ് കുമാർ എന്ന എൻ്റെ പുസ്തകം കവിതയുടെ രാഗപൂർണിമ പ്രഭാവർമ്മയുടെ കലയും ദർശനവും എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകമായ അർക്കപൂർണിമ മുതൽ ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന പുതിയ പുസ്തകത്തിൽ വരെയുള്ള കവിതകളുടെ പൊതുവായുള്ള സാംസ്കാരിക ധാരകൾ എന്താണ്, സൗന്ദര്യ അനുഭവം എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു പഠനം ഉണ്ട്. കൂടാതെ ഖണ്ഡകാവ്യം എന്ന മലയാളത്തിലെ പരമ്പരാഗത കാവ്യരൂപത്തെ ഉടച്ചു വാർത്തുകൊണ്ട് കാവ്യാഖ്യായിക എന്ന പുതിയ ഒരു കാവ്യാനുഭവത്തെ മലയാളിക്ക് സമ്മാനിച്ച 3 കാവ്യാഖ്യായികളെക്കുറിച്ചുള്ള പഠനം. 1 ശ്യാമമാധവം, 2 കനൽച്ചിലമ്പ്, 3 രൗദ്രസാത്വികം. ഈ 3 കാവ്യങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പഠനവും ചേർന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ചടങ്ങ് അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ പ്രകാശന ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ.എസ്. രവികുമാർ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, ഇവിടെ ഗ്രന്ഥകാരൻ ഡോക്ടർ ടി.കെ. സന്തോഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ മലയാളത്തിലെ ഏറ്റവും പ്രമുഖ കവികളിലൊരാളായ പ്രഭാവർമ്മയുടെ കാവ്യജീവിതത്തെ അതിൻ്റെ സമഗ്രതയിൽ പരിശോധിക്കുന്ന ഒരു പഠന ഗ്രന്ഥത്തിൻ്റെ പ്രകാശനമാണ് നടക്കാൻ പോകുന്നത്. ആ ചടങ്ങിലേക്ക് വളരെ പരിമിതമായ സമയം കൊണ്ട് തീർക്കേണ്ട ആ ചടങ്ങിലേക്ക് കടക്കേണ്ടതുകൊണ്ട് കൂടുതൽ വിശദമായി ഈ വിഷയത്തെക്കുറിച്ച് തൽക്കാലം പറയുന്നില്ല. ഇടയ്ക്ക് ചില സന്ദർഭങ്ങൾ വരുമ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആദ്യമായി പുസ്തക പ്രകാശനത്തിന് വേണ്ടി പ്രശസ്ത നോവലിസ്റ്റ് ശ്രീ കെ.പി. രാമനുണ്ണിയെ ക്ഷണിക്കുന്നു. പുസ്തകം സ്വീകരിക്കുന്നതിന് വേണ്ടി ശ്രീ ഡോക്ടർ നസീബിനെയും ക്ഷണിക്കുന്നു.
അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആദരണീയനായ ഡോക്ടർ KS രവികുമാർ, ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളായ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവി പ്രഭാവർമ്മ, പുസ്തകത്തിൻ്റെ രചയിതാവായ പ്രിയപ്പെട്ട TK സന്തോഷ് കുമാർ, പുസ്തകം സ്വീകരിച്ച പ്രിയങ്കരനായ ഡോക്ടർ നസീബ്, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്താനെത്തിയിട്ടുള്ള പ്രിയങ്കരനായ നിരൂപകൻ അക്കാഡമിഷ്യൻ ഡോക്ടർ CR പ്രസാദ്, സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലാണ് നാം പങ്കെടുക്കുന്നത്. ഇന്ന് നിരൂപണ ശാഖ, സാഹിത്യ പഠന ശാഖ എല്ലാം വളരെ പ്രക്ഷീണമാണ് നമുക്കറിയാം. പുസ്തകങ്ങളെപ്പറ്റി ബുക്ക് റിവ്യൂ മാത്രം നടത്തുന്ന ഒരു കാലഘട്ടമാണ്. അതിന് പുസ്തകം വായിച്ചോളണമെന്നൊന്നുമില്ല. ബ്ലർബ് നോക്കിയിട്ട് ഒരു സാധനം അങ്ങ് തട്ടിക്കൂട്ടി എഴുതുക ചെയ്യുക. ഇങ്ങനെ പുസ്തകത്തിൻ്റെ ആന്തരികമായ ലോകത്ത് കടന്നു ചെല്ലാൻ സന്നദ്ധതയില്ലാതെ പ്രസാധകർക്ക് വേണ്ടി, എഴുത്തുകാരെ പ്രിയം നേടാൻ വേണ്ടി, ശത്രു സംഹാരം നടത്താൻ വേണ്ടി ഒക്കെ പുസ്തകം റിവ്യൂ നടക്കുന്നൊരു കാലഘട്ടത്തിൽ നമ്മുടെ കാലഘട്ടത്തിൻ്റെ പ്രധാന സ്വരമായ നമ്മുടെ കവിതാ പാരമ്പര്യത്തെ ആധുനികതയുമായി അതിപ്രഗത്ഭമായി സംയോജിപ്പിച്ച ഒരു കവിയുടെ കലയിലേക്കും ദർശനത്തിലേക്കും കടക്കുന്ന ഒരു പുസ്തകമാണ് കവിതയുടെ രാഗപൂർണിമ എന്നുള്ളത്. നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഞാൻ ആദ്യം ആലോചിച്ചത് അതാണ്. ഗുരുവായൂരൊക്കെ കല്യാണം കഴിക്കുമ്പോൾ ഉള്ള ഒരവസ്ഥ ഉണ്ടല്ലോ, ആ മിനിറ്റ് മുഹൂർത്തം മാത്രമേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് പോകേണ്ടി വരും. നിയമസഭാ പുസ്തകോത്സവത്തിനും പുസ്തക പ്രകാശനത്തിന് വളരെ കുറച്ച് നേരെയുള്ളൂ. കാരണം ഇഷ്ടമാതിരി നമുക്ക് എടുക്കാൻ പറ്റില്ല. ശ്രീകൃഷ്ണനെ ഇഷ്ടമാതിരി എടുക്കാൻ പറ്റില്ല, എല്ലാവരെയുമാണ്. അതുകൊണ്ടാണ് സമയപരിമിതി. നിയമസഭ എല്ലാവരെയാണ്, നമുക്ക് ഇഷ്ടമാതിരി സമയം എടുക്കാൻ പറ്റില്ല. പക്ഷേ നിയമസഭ എല്ലാവരെയും ആകുന്നതുകൊണ്ട് ഈ വേദിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ നടക്കുന്ന പുസ്തക പ്രകാശനം ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ പ്രൈവറ്റായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ച് കുറച്ച് സ്വന്തം ആൾക്കാരെ ചേർത്ത് ഇഷ്ടംമാതിരി സംസാരിക്കാനുള്ളതല്ല. അപ്പോൾ ജനങ്ങളിലേക്ക് എത്തലും കവിതയെപ്പറ്റി, കവിതയുടെ പാരമ്പര്യത്തെപ്പറ്റി, അതിന് വന്നിട്ടുള്ള പരിണാമത്തെപ്പറ്റി ഒക്കെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന്, അത് ഏതൊരു കവിയെ ആസ്പദമാക്കിയിട്ടാകണം ആ കവിയെ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ളൊരു പ്രയത്നമാണ് നടത്തിയിരിക്കുന്നത്. സത്യത്തിൽ പ്രഭാവർമ്മയുടെ കലയും ദർശനവും ആസ്പദമാക്കിക്കൊണ്ട് TK സന്തോഷ് കുമാർ തൻ്റെ ജീവിത വീക്ഷണത്തെയും തൻ്റെ സൗന്ദര്യശാസ്ത്ര ബോധത്തെയും അവതരിപ്പിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോഴേ പഠനമാവുള്ളൂ. അല്ലാതെ അതിലത്തെ കാര്യങ്ങൾ ഇങ്ങോട്ട് പറത്തി വയ്ക്കാനാണെങ്കിൽ വേറെ ആരെയും ആവശ്യമില്ല. സന്തോഷ് ആണല്ലോ ഈ പുസ്തകത്തിൻ്റെ രചയിതാവ്. സന്തോഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് അക്കാദമിക സമൂഹത്തിൽ വളരെ ഗൗരവത്തോടുകൂടി കാര്യങ്ങളെ കാണുകയും സാഹിത്യത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രാപ്തി ഉണ്ടാവുകയും സ്വന്തം കവിയെ ഇരിക്കുകയും നിരൂപകനായിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രഗത്ഭമതിയാണ്. ചെറുപ്പക്കാരുടെ ഇടയിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുമ്പോൾ സന്തോഷം നമുക്ക് വലിയ പ്രതീക്ഷയാണ്. സന്തോഷ് സത്യത്തിൽ കേടുവരാൻ എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും നന്നായി വന്ന ആളാണ്. മോമിനബിയെ പറ്റി പറയുമ്പോൾ സാധാരണ പറയുന്ന, ചെറുപ്പം മുതൽക്ക് കേടുവരാൻ എല്ലാ സാഹചര്യവും കൃത്യം ഒത്തു വന്നിട്ടും ആ ചീത്തത്തരം ബാധിക്കാത്ത വന്നതാണ്. അങ്ങനെ ഒരു കാര്യം കൂടിയും സന്തോഷിൻ്റെ കാര്യത്തിലുണ്ട്. ടെലിവിഷനിൽ പ്രവർത്തിക്കുക, TV-യിൽ അതിലൊക്കെ അവാർഡുകളടക്കം വാങ്ങിയിട്ട് ദൃശ്യമാധ്യമത്തിൽ, പത്രപ്രവർത്തനത്തിലുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ സ്വന്തം ഭാഷ കേടുവരാൻ വേണ്ടിയിട്ടുള്ള, അതിൻ്റെ കനം കുറയാനുള്ള എല്ലാ അവസരമുണ്ടായിട്ടും അതിനെ അതിജീവിച്ച് നിന്നുകൊണ്ട്
സാഹിത്യ ഭാഷയിലേക്ക്, കവിതയുടെ ഭാഷയിലേക്ക്. കവിതയുടെ ഭാഷ ഒരു മിസ്റ്ററിയാണ്. അത് മനുഷ്യൻ്റെ അസ്തിത്വത്തെ പോലെ, മനുഷ്യനും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധത്തെ പോലെ അതിനിഗൂഢാത്മകമായിട്ടുള്ളൊരു സൗന്ദര്യ തലമുള്ളതാണ് കവിതയുടെ ഭാഷ. അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതിൽ കൂടെ മനുഷ്യാവസ്ഥകളെ അപഗ്രഥിക്കാനുമുള്ളൊരു കരുത്തുള്ളത് കൊണ്ടാണ് പ്രഭാവർമ്മയുടെ കവിതയിലേക്ക് ചെല്ലാൻ പറ്റിയിട്ടുള്ളത്. സന്തോഷമാണ്. അപ്പോൾ ഇതിൽ ആരുടെ കവിതയെപ്പറ്റിയാണ് പഠിക്കുന്നത്? അതിലും ഒരു യുണീക്നെസ് ഉണ്ട് പ്രഭാവർമ്മയുടെ കവിതയെപ്പറ്റി പഠിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സന്തോഷിൻ്റെ ഈ എഴുത്തിലും ഒരു യുണീക്കായിട്ടുള്ള ഒരു സ്വഭാവം തീർച്ചയായിട്ടും ഉണ്ട്. പ്രഭാവർമ്മയുടെ കവിതയുടെ അതിൻ്റെ ഒരു നിസ്തുലത, ദർശനം. പ്രഭാവർമ്മയെപ്പറ്റി പലർക്കും ഉള്ള ആക്ഷേപമധ്യേ പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുകയും അതിനെ ആധുനികതയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തതാണ് പ്രഭാവർമ്മയുടെ കരുത്ത്. പാരമ്പര്യമില്ലാതെ, ഭൂതകാലമില്ലാതെ എന്ത് വർത്തമാനകാലമാണ്? ഭൂതകാലമില്ലാത്ത കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഈ സൈബോർഗും ജെനറ്റിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ മാതിരിയുള്ള സാധനങ്ങളാണ്. ഭൂതകാലമില്ലെങ്കിൽ മനുഷ്യനില്ല. ആ ഭൂതകാലത്ത് നിന്ന് കരുത്ത് സ്വീകരിച്ച്, പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ യാഥാസ്ഥിതികമായ പിന്തിരിപ്പൻ സ്വഭാവങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ നന്മയും ശക്തിയും സ്വാംശീകരിച്ചുകൊണ്ടുള്ള ഒരു വർത്തമാനകാലമാണ് രാഷ്ട്രീയമായിട്ട് വിജയിക്കുകയുള്ളൂ എന്നുള്ളതാണ് കാര്യം. ആധുനികതയുടെ ഏറ്റവും വലിയ വക്താവായിട്ടുള്ള ബേസ് ലാൻഡൊക്കെ വെച്ചിട്ടുള്ള ജെയിംസ് ജോയ്സ് പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഏറ്റവും ഉറക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവിടുത്തെ ചില കേവല ആധുനികവാദികൾ സത്യത്തിൽ ഈ പാരമ്പര്യവുമില്ല ഒന്നുമില്ലാതെ ഇങ്ങനെ പൊട്ടിമുളച്ച വിത്ത് മാതിരി ആവുന്നതാണ് ആധുനികത എന്ന തെറ്റിദ്ധാരണ ഇവിടെ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരെ ഐഡിയോളജിക്കലായിട്ട് നയിക്കുന്നത് ഈ മെയിൻ സ്ട്രീം വെസ്റ്റേൺ മോഡേണിറ്റിയുടെ ഒരിതാണ്. മെയിൻ സ്ട്രീം വെസ്റ്റേൺ മോഡേണിറ്റിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ 18-ാം നൂറ്റാണ്ടും 19-ാം നൂറ്റാണ്ടും അല്ലാതെ അതിൻ്റെ മുമ്പുണ്ടായിട്ടുള്ള മനുഷ്യാനുഭവങ്ങളെല്ലാം റദ്ദ് ചെയ്യാനുള്ള മണ്ടത്തരം ഹുങ്കത് കാണിച്ചു എന്നുള്ളതാണ്. മാർക്സ് അതിനെ അതിജീവിച്ച ആളാണ്. വെസ്റ്റേൺ മോഡേണിറ്റി, മെയിൻ സ്ട്രീം മോഡേണിറ്റിയുടെ എല്ലാ യാന്ത്രിക ഭൗതികവാദത്തെയും അതിജീവിച്ച ആളാണ് മാർക്സ്. പക്ഷേ ഇവിടെ ഇപ്പോഴും അതിനെ ആ രീതിയിൽ യാന്ത്രികമായി പോകുന്ന ചില ആൾക്കാരുണ്ട്. അവർ ഈ എല്ലാതിനെയും നിഷേധിച്ച് അവരുടേതായിട്ടുള്ള ഞങ്ങളാണ് എല്ലാം വലുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആധുനികത ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അത് അടിത്തറയില്ലാതെ തകരുകയും ചെയ്തു. അത് അവരുടെ വ്യക്തിത്വത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ഇതാണ് നമ്മൾ വിശ്വസിക്കുന്ന ഐഡിയോളജി, നമ്മൾ പിന്തുടരുന്നു വരുന്ന സൗന്ദര്യശാസ്ത്രബോധം തകരാറാണെങ്കിൽ അത് നമ്മളെ വ്യക്തിത്വത്തിനും ദുർബലമാക്കി മാറ്റും. അതും ഇങ്ങനത്തെ ആൾക്കാരിൽ നമുക്ക് കാണാം ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ പ്രഭാവർമ്മ തൻ്റെ ഉറപ്പിൽ നിന്നുകൊണ്ട്, തൻ്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട്, കാറ്റിനനുസരിച്ച്, നമ്മുടെ നാട്ടിലൊക്കെ ഒരു വാക്കാണ് വേറെ പറയാം, കാറ്റിനനുസരിച്ച് ഇതാക്കാതെ സ്വന്തം കൺവിക്ഷൻ. ഒരു എഴുത്തുകാരന് വേണ്ടത് കമ്മിറ്റ്മെൻ്റ് അല്ല, കൺവിക്ഷനാണ് ഒരു എഴുത്തുകാരന് വേണ്ടത്. അങ്ങനെയുള്ള എഴുത്തുകാരായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവരോട് ആദരവ് തോന്നും. കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ ആനന്ദൊക്കെ ഉണ്ടല്ലോ, ആനന്ദൊക്കെ എനിക്ക് പല സമീപനങ്ങൾ ആനന്ദിനോട് വലിയ അഭിപ്രായ വ്യത്യാസമുള്ള ആൾ, പക്ഷേ ആനന്ദിനോട് വലിയ ആദരവ്, ഇങ്ങനൊരു കൺവിക്ഷനുള്ള എഴുത്തുകാരനെ നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രഭാവർമ്മയ്ക്ക് പാരമ്പര്യം, അതിൻ്റെ താളാത്മകത, കവിതയിലുണ്ടാകേണ്ട ആന്തരിക സംഗീതം, ഇതിനെപ്പറ്റിയുള്ള സ്വന്തം ബോധ്യത്തെ തന്നെ അടിയറ വയ്ക്കാതെ അതിനെ മോഡേണൈസ് ചെയ്യാൻ വേണ്ടി, ആധുനികമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. അതിൽ വിജയിച്ചു. അതുകൊണ്ട് ഇന്ന് ചെറിയ 10-12 വഴി എഴുതുമ്പോഴേക്ക് തളർന്ന് തല ചുറ്റി വീഴുന്ന കവികളുടെ ഇടയിൽ ഖണ്ഡകാവ്യം എഴുതാനുള്ള കരുത്ത് കാണിച്ചിട്ടുള്ള, അതിൻ്റെ പേരിൽ ഇന്ന് ദേശീയമായിട്ടുള്ള വലിയ ഉന്നതിയായിട്ടുള്ള സരസ്വതി സമ്മാനം കേരളത്തിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുള്ളൊരു കവിയാണ്. ഇപ്പോൾ പ്രഭാവർമ്മയുടെ മുദ്ര അതാണ്. സത്യത്തിൽ ഈ പാരമ്പര്യത്തെ നമ്മൾ തൊടാതെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അത് വേറെ വല്ലവനും കൊണ്ടുപോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് തന്നെ. പാരമ്പര്യത്തിൻ്റെ വിപ്ലവാത്മകമായിട്ടുള്ള, പുരോഗമനാത്മകമായിട്ടുള്ള ആശയങ്ങളെ, കാര്യങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അത് റാഞ്ചിയെടുത്ത് തനിക്കാക്കി വടക്കാക്കാൻ നടക്കുന്നവരുണ്ട്. അപ്പോൾ അതിനെതിരായിട്ടുള്ളൊരു കരുതലും കൂടി പ്രഭാവർമ്മയുടെ ശ്യാമമാധവത്തിൽ കൃഷ്ണനെ വേറൊരു തരത്തിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഈ വടക്കാക്കാൻ നടക്കുന്നവർക്ക് ഇഷ്ടമായില്ല. അത് നമ്മൾ അറിഞ്ഞതാണല്ലോ.
അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത്യന്തം രാഷ്ട്രീയമായ അതേ സൗന്ദര്യാത്മകമായ ഒരു എഴുത്തിൻ്റെ പാതയിൽ പിന്തുടർന്നു വരുന്ന പ്രഭാവർമ്മയുടെ എഴുത്തിനെ മനസ്സിലാക്കാനും അതിനെ ആഴത്തിൽ പഠിക്കാനും താരതമ്യേന വളരെ ചെറുപ്പമായിട്ടുള്ള സന്തോഷ് കുമാർ തയ്യാറായി എന്നത് നമുക്ക് നമ്മുടെ സാംസ്കാരികമായ അന്തരീക്ഷത്തിൽ ഒരു വെളിച്ചം പ്രസരിപ്പിക്കുന്ന കാര്യമാണ്, യാതൊരു സംശയവുമില്ല. ഞാൻ പ്രഭാവർമ്മയുടെ സരസ്വതി സമ്മാനം കിട്ടിയ സമയത്ത് പെട്ടെന്ന് വേണം, 4 ദിവസം കൊണ്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ലേഖനം എഴുതിക്കൊണ്ടു. കവിതയിലെ ക്ലാസിക്കൽ കരുത്ത് എന്നാണ് ഞാനതിന് ഹെഡിങ് എടുത്തിട്ടുള്ളത്. കവിതയിലെ ക്ലാസിക്കലാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്തെയും അഡ്രസ്സ് ചെയ്യാനുള്ള സാർവലൗകികമായ പ്രപഞ്ചവീക്ഷണവും മനുഷ്യത്വത്തിൻ്റെ ഘടകങ്ങളും മനുഷ്യൻ്റെ ഭാഗധേയങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശേഷിയുമുള്ള കൃതികളാണ് ക്ലാസിക്കലായിട്ടുള്ള കരുത്ത് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള കരുത്ത്, ആ കൃതികൾ പലപ്പോഴും അധികാര കേന്ദ്രങ്ങളോട് കലഹിച്ചു നിൽക്കുന്നുള്ളതാണ്. നമുക്ക് ക്ലാസിക്കലായ കൃതികളൊക്കെ കാണുമ്പോൾ അത് അധികാര കേന്ദ്രങ്ങളോട് കലഹിക്കും. അത് പിന്നെ ശ്യാമമാധവത്തിൽ നമുക്ക് കാണാം. കൃഷ്ണനെ വേറൊരു പ്രത്യേക അധികാര കേന്ദ്രമാക്കി മാറ്റിയിട്ട് കൃഷ്ണനെ വേറൊരു സാധനമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് കൃഷ്ണനിലുള്ള പച്ച മനുഷ്യനെ, കൃഷ്ണനിലുള്ള ധർമ്മസങ്കടത്തെ, യാതനകളെ പുറത്ത് ഇന്ത്യയിൽ ഒരു സ്ഥലത്തും കൃഷ്ണൻ ഇങ്ങനെ ഒരു വായന നടന്നിട്ടില്ല, യാതൊരു സംശയമില്ല. പലതരത്തിലും കൃഷ്ണനെ വായിച്ചവരുണ്ട്, കൃഷ്ണനെ പൊലഭ്യം പറഞ്ഞ് വായിച്ചവരുണ്ട്, കൃഷ്ണനെ വളരെ മോശമാക്കിയിട്ട് കള്ളനായി മുദ്രകുത്തി വായിച്ചുകൊണ്ട്. പക്ഷേ കൃഷ്ണൻ്റെ യാതനകളും ധർമ്മസങ്കടങ്ങളും മനസ്സിലാക്കുന്നൊരു വായന ശ്യാമമാധവത്തിൽ മാത്രമേ ഇന്ത്യ രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൂ. കാൽച്ചിലമ്പിലാണെങ്കിൽ പിന്നെ പുരുഷാധിപത്യത്തിൻ്റെ കീഴിൽ പിന്നെ ഞെരിഞ്ഞു പോകുന്ന സ്ത്രീത്വത്തിൻ്റെ പ്രശ്നങ്ങളെ, അതും വേറൊരു അധികാര ഘടനയോടുകൂടിയുള്ള ഒരു കലഹമായി മാറുന്നു. പിന്നെ രൗദ്രസാത്വികത്തിലാണെങ്കിൽ അധികാരത്തിൻ്റെ ഹിംസാത്മകതയോട് പ്രതികരിക്കുന്നൊരു കവിഹൃദയമുള്ളൊരു വിപ്ലവകാരിയുടെ ചിത്രീകരണത്തിൽ കൂടെ കൊണ്ടുവരും. ഇതെല്ലാം തന്നെ നമ്മുടെ ചരിത്രത്തെ, അതിൻ്റെ പിഴവുകളെ ഒക്കെ തന്നെയാണ് തിരുത്തിക്കൊണ്ടിരിക്കുന്നത് പ്രഭാവർമ്മ എന്ന് നാം വളരെ ഗാഢമായിട്ടും വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന നിർലീനമായിട്ടുള്ളൊരു ബഹുത്വത്തിൻ്റെ അംശമുണ്ട്. ഈ ക്ലാസിക്കൽ കൃതികളൊക്കെ ഒരു ബഹുത്വം, പ്ലൂരാലിറ്റി ഉണ്ട്. ഭാവഗീതങ്ങളും പിന്നെ റൊമാൻറ്റിക് സാഹിത്യമാകുമ്പോഴാണ് അതിനൊരൊറ്റ വീക്ഷണേ ഉണ്ടാവുള്ളൂ. ക്ലാസിക്കൽ കൃതികൾക്ക് പല വീക്ഷണങ്ങളുണ്ടാവും. ആ ബഹുത്വത്തെ സന്തോഷ് കുമാർ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓവിയുജം പറഞ്ഞില്ലേ, സത്യം പലത് എന്നതാണ്. ഒരൊറ്റ സത്യമല്ല, സത്യത്തിന് സഹസ്രമുഖങ്ങളുണ്ട് എന്ന അതിൻ്റെ ഒരു സത്യത്തിൻ്റെ ഒരു ഡോമിനേഷനിൽ ഈ പിന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരൊറ്റ സത്യമേ അവർക്ക് കാണാൻ പറ്റും, മറ്റൊരു സത്യത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കാറില്ല. ക്ലാസിക്കലായിട്ടുള്ള മനസ്സുള്ളവർക്കാണ് ആ സത്യത്തിൻ്റെ ബഹുമുഖ സ്വഭാവത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രഭാവർമ്മ അത് ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ നീട്ടിപ്പറയുന്നില്ല. എനിക്കും പ്രഭാവർമ്മയ്ക്കും ശരിക്കും പറയുകയാണെങ്കിൽ പ്രഭാവർമ്മയെക്കാട്ടിലും പ്രായം മൂത്ത ആളാണ് ഞാൻ. പിന്നെ ഞാൻ പ്രഭാവർമ്മ അതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ ഒരു ചെറുപ്പക്കാരന് കിട്ടി. സാധാരണ സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് കിട്ടുമ്പോഴുള്ളൊരു തമാശ എന്ന് പറഞ്ഞാൽ, വയലാർ അവാർഡ് കിട്ടുമ്പോൾ ആശുപത്രി വന്നിട്ടാണ് വയലാർ അവാർഡ് സ്വീകരിക്കുകയാണ്. വയലാർ അവാർഡ് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകുന്ന നേരെ ശ്മശാനത്തിലേക്കാന്ന് പറയും. കാരണം അത്രയ്ക്ക് പ്രായമാകുമ്പോഴേ കിട്ടാറുള്ളൂ. അതല്ലാതെ കിട്ടിയിട്ടുള്ള ആളാണ് പ്രഭാവർമ്മ. സാഹിത്യ അക്കാദമി അവാർഡാണെങ്കിലും വയലാർ അവാർഡാകുമ്പോഴെങ്കിലും നല്ല യുവത്വത്തോടു കൂടി നിൽക്കുമ്പോൾ തന്നെ വാങ്ങിയിട്ടുള്ള ആളാണ്. സരസ്വതി സമ്മാനം ഇപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സരസ്വതി സമ്മാനം വാങ്ങി ഇപ്പോഴും ഇങ്ങനെ പിന്നെ ചെറുപ്പത്തോടു കൂടി നടക്കുന്ന ആൾ പ്രഭാവർമ്മ മാത്രമായിരിക്കും. അപ്പം ചന്ദനനാഴിയിലും അദ്ദേഹത്തിൻ്റെ ഈ ക്ലാസിക്കൽ സ്വഭാവം അദ്ദേഹത്തിൽ കാണാൻ പറ്റും. അതിൻ്റെ കഥാശേഷം, മരണത്തെ 2 തരത്തിൽ കാണുന്ന കഥാശേഷം എന്ന കവിതയിലും മരണത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. നിവൃത്തിയില്ലാതെ ഗതികേടുകൊണ്ട് മക്കൾക്ക് വിഷം കൊടുത്ത് കഞ്ഞി തിളപ്പിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. ആ സമയത്ത് കഞ്ഞിങ്ങളെ തിളയ്ക്കുമ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകും. അപ്പോൾ കുട്ടിക്ക് സംശയം, എന്തിനാ അമ്മ പിന്നെ കഞ്ഞി, സാധാരണ പട്ടിണിയാണ്, ഇത് കഞ്ഞി കുടിക്കാൻ വേണ്ടി കഞ്ഞി വെക്കുന്ന സമയത്ത് ചിരിക്കല്ലേ വേണ്ടത്, എന്തിനാ കരയുന്നു മക്കൾ ചോദിക്കുക. അപ്പം അമ്മ പറയുന്നത് വേവാനുള്ള സമയം ഇങ്ങനെ വഴുകുമല്ലോ വെച്ചിട്ടാണ് ഞാൻ കരഞ്ഞു പോകുന്നത്. അപ്പോൾ വേവുന്ന സമയം മാറാൻ വേണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പം മരണത്തെ, ഗതികോടുകൊണ്ടുള്ള മരത്തെ, എന്നാൽ ചന്ദനനാഴി എന്നുള്ള കൃതിയിലാണെങ്കിലോ മരണത്തെ അവസാനത്തെ ഒരു മോക്ഷപ്രാപ്തിയായിട്ട്, അങ്ങനെ 2 തരത്തിൽ സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല.
അപ്പോൾ ഈ സന്തോഷിനോടും പ്രഭാവർമ്മയോടുമുള്ള അവരുടെ എഴുത്തിനോടുള്ള ഒരു ആഭിമുഖ്യം കൊണ്ട്, അതിൻ്റെ പ്രലോഭനം കൊണ്ട് ഞാൻ കുറച്ച് നീട്ടിപ്പോയതാണ്. അപ്പോൾ ഏതായാലും ഈ പുസ്തകം, പ്രഭാവർമ്മയുടെ കൃതികൾ, അതിനാസ്പദമായ പഠനം തീർച്ചയായിട്ടും ഇന്ന് കലുഷമായ നമ്മുടെ സാഹിത്യത്തിൻ്റെ അകത്ത് ഒരു വെള്ളി വെളിച്ചമായിട്ട് മലയാള സാഹിത്യത്തിൻ്റെ പുതിയ കുതിപ്പുകൾക്ക്, പഠനങ്ങൾക്ക് സഹായിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഇവിടെ പ്രകാശിപ്പിക്കപ്പെട്ട കവിതയുടെ രാഗപൂർണിമ എന്ന ഈ ഒരു, ശരിക്കും പറഞ്ഞാൽ ഇതൊരു ദീർഘപ്രബന്ധമാണ്. ഒരു 100 പേജുള്ള മോണോഗ്രാഫ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ദീർഘപ്രബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാവർമ്മയുടെ കവിതകളെ അതിൻ്റെ സമഗ്രതയിൽ കാണുകയും എന്നാൽ ആ കാവ്യാഖ്യായികളെ സവിശേഷം വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു കൃതിയാണ്. ഇപ്പോൾ പൊതുവേ നമ്മുടെ നിരൂപണ രചനകളായാലും വിമർശനങ്ങളായാലും ഒക്കെ തന്നെ ആനുകാലികങ്ങളിൽ 2-4 പേജുള്ള വിഭവങ്ങളായിട്ട് മാത്രം വരുന്ന ഇനത്തിൽപ്പെട്ടതാണ്. അങ്ങനെ അല്ലാതെ ഒരു കവിയെ സമഗ്രതയിൽ സമീപിക്കുന്ന കൃതികൾ, പഠനാത്മക കൃതികൾ വളരെ കുറവായിട്ടേ സമീപകാലത്ത് ഉണ്ടാകാറുള്ളൂ. അല്ലെങ്കിൽ സാഹിത്യ ഗവേഷണത്തിൻ്റെയും മറ്റും ഔപചാരികമായ ആ ഒരു ഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് നടത്തുന്ന പഠനങ്ങളുണ്ട്. അല്ലാതെയുള്ള സ്വതന്ത്രമായിട്ടുള്ള ഇത്തരം പഠനങ്ങൾ താരതമ്യേന വളരെ കുറവാണ്. ആ നിലയിലാണ് നമ്മുടെ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കവിയെ ഇങ്ങനെ സമഗ്രമായിട്ട് പരിശോധിക്കുന്ന ഒരു കൃതി എഴുതിയത്. അതിൻ്റെ പേരിൽ പ്രിയപ്പെട്ട സന്തോഷ് കുമാറിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വളരെ കാലം മുതലേ സന്തോഷ് കുമാറിനെ ഒരു 10-25 വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന ആളാണ്. വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ അറിയാവുന്ന ആളാണ്. അന്ന് മുതൽ സാഹിത്യത്തോടും വിശേഷിച്ച് കവിതയോടും വലിയ ആഭിമുഖ്യം പുലർത്തിയിരുന്ന ആളാണ്. ആദ്യത്തെ ഒരു രചനകളെല്ലാം തന്നെ കവിതകളാണ്. ക്യാമറ എന്ന ഒരു കാവ്യസമാഹാരം സന്തോഷ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നീട് പത്രപ്രവർത്തനത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള രചനകൾ നടത്തി. നവകഥ എന്ന് പറഞ്ഞിട്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇപ്പോൾ വളരെ മുതിർന്ന ആളുകളായിട്ട് കരുതുന്ന ബി മുരളിയുടെയൊക്കെ തലമുറയിൽപ്പെട്ട, സുഭാഷ് ചന്ദ്രൻ്റെയൊക്കെ തലമുറയിൽപ്പെട്ട ഗീതാ ഹിരണ്യൻ തുടങ്ങിയ ആളുകളുടെ കഥകളെക്കുറിച്ചുള്ള വളരെ നല്ലൊരു പഠനം. അത്തരം പഠനങ്ങളൊന്നും അക്കാലത്ത് അത്ര സാധാരണമായിരുന്നില്ല. അവരുടെ കഥകളെക്കുറിച്ചുള്ള ഒരു പഠനം സന്തോഷ് രചിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സാഹിത്യ പഠനത്തിൻ്റേതായ ഒരു സവിശേഷ മേഖലയിൽ ഊന്നിക്കൊണ്ടാണ് ടി.കെ. സന്തോഷ് കുമാറിൻ്റെ രചനാലോകം വികസിച്ചു വന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു വന്ന പത്രപ്രവർത്തനത്തോട് ബന്ധപ്പെട്ട, പ്രത്യേകിച്ചും ഈ ദൃശ്യമാധ്യമ രംഗത്തോട് ബന്ധപ്പെട്ട പഠനങ്ങളിലേക്ക്, ആ രംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അമൃത ടി വിയിലും മറ്റും ദീർഘകാലം വളരെ പ്രധാനപ്പെട്ട നിലയിൽ കേരള സമൂഹം ശ്രദ്ധിക്കത്തക്ക നിലയിലുള്ള മാധ്യമ പ്രവർത്തനം നടത്തിയ ആളാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം അക്കാഡമിഷ്യനായിട്ട് മാറുകയും ഈ ദൃശ്യമാധ്യമ രംഗത്തെക്കുറിച്ചുള്ള മലയാളത്തിലെ ഏറ്റവും ആധികാരികവും ഒരുപക്ഷെ ആദ്യത്തേതുമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ഒന്നിലേറെ ഗ്രന്ഥങ്ങൾ സന്തോഷ് കുമാർ രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഇപ്പോൾ ഒരു അക്കാദമിക് രംഗത്തെ ആളുകൾ ശ്രദ്ധിക്കുന്നത് മാധ്യമ പഠന വിദഗ്ധൻ എന്നുള്ള നിലയിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് തൻ്റെ താല്പര്യങ്ങളും പ്രവർത്തനങ്ങളും മാറിപ്പോയിട്ടുണ്ടെങ്കിലും കവിതയോടുള്ള ആ നിശബ്ദവും സമർപ്പിതവുമായിട്ടുള്ള താല്പര്യം പുലർത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു നല്ല തെളിവായിട്ട് വേണം പ്രഭാവർമ്മയുടെ കവിതയെക്കുറിച്ചുള്ള ഈ പഠനത്തെ കാണാൻ. ഈ രണ്ടുപേർക്കും, ഈ പഠനത്തിന് വിധേയനായ കവിക്കും അത് എഴുതുന്ന ആളിനുമുള്ള ഒരു സമാനത, ഈ രണ്ടുപേരും ഈ എഴുത്തിൻ്റെ കാര്യത്തിൽ വളരെ സമർപ്പിത ചേതസ്സുകളായിട്ടുള്ള ആളുകളാണ്. അതിനുവേണ്ടി മാത്രം അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, അവർ പ്രവർത്തിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട പല മേഖലകളും ഉണ്ടെങ്കിലും ആ ഒരു ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്ന കാര്യമായിട്ട് കരുതുന്ന ഒരു പ്രവൃത്തി മണ്ഡലം തങ്ങളുടെ സാഹിത്യരചനകളാണ്, തങ്ങളുടെ പഠനങ്ങളാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. വർമ്മയുടെ കാര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 1976 പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കവിത കലാകൗമുദി വാരികയുടെ ആദ്യത്തെ വാർഷിക പതിപ്പിൽ 1976 കൗമാരത്തിൻ്റെ ആ അവസാന വർഷങ്ങളിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. ആ ഘട്ടത്തിൽ പഥികൻ്റെ
ഗീതം എന്നുള്ള ഒരു കവിത വലിയ പ്രാധാന്യം കൊടുത്ത് തന്നെ അക്കാലത്ത് പ്രസിദ്ധീകരിച്ചു. പ്രധാനപ്പെട്ട പല അന്ന് ജി ശങ്കരക്കുറുപ്പൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്താണ് അവരുടെയൊക്കെ കവിതകളുടെ ഒപ്പം ആ കവിതയും പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നുവെച്ചാൽ ആ കവിതയുടെ മുളയുടെ കരുത്ത് അന്ന് തന്നെ കവിതകൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിരുന്നു. ആ ഒരു തുടക്കം, ആ സമയത്ത് കിട്ടിയ ഒരു പരിഗണന അത് തികച്ചും അർഹമായിരുന്നു. ഒരുപക്ഷെ അന്ന് അദ്ദേഹത്തെ പരിഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോയ പത്രാധിപന്മാരും ഒക്കെ സങ്കല്പിക്കുന്നതിലൊക്കെ എത്രയോ വലിയ ഉയരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കാവ്യജീവിതം വളർന്നു. അങ്ങനെ വളർന്നതിൻ്റെ പിന്നിൽ നമ്മളീ പുറമേ കാണുന്നത് പോലെ ഈ ഒരു ശൈലിയുണ്ടല്ലോ, വരമ്പത്ത് കൂലി എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ഉടനെ അംഗീകാരം കിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹം. എത്രയോ വർഷത്തെ സാധനയുടെ അങ്ങനെയുള്ള ഒരു തങ്ങൾ പ്രവർത്തിക്കുന്ന മണ്ഡലത്തോടുള്ള വളരെ സമർപ്പിതമായ പ്രവർത്തനങ്ങളുടെ, അത് കവിക്ക് വേണ്ട പ്രവർത്തനങ്ങളിൽ വായനയും മനനവും സങ്കല്പവും ധ്യാനവും ഇതെല്ലാം കൂടിച്ചേർന്ന് വരുന്ന ഒരുപാട് തരത്തിൽ അവനവൻ്റെ മനസ്സിനെ തന്നെ ഉരുക്കുകയും മതനം ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ പ്രക്രിയയാണ്. ആ പ്രക്രിയയിലൂടെ കടന്നുപോയി അതിനുവേണ്ടി സ്വയം സമർപ്പിച്ച് ജീവിതത്തിൻ്റെ മറ്റ് പലതരത്തിലുള്ള സൗകര്യങ്ങൾക്കും സൗഭാഗ്യങ്ങൾക്കും വീട്ടിലെ കാര്യങ്ങൾക്കും പിന്നെ സുഹൃത്തുക്കളുമായിട്ട് വെടി പറഞ്ഞിരുന്നും സൊറ പറഞ്ഞിരുന്നും ഒക്കെ സന്തോഷിച്ച് കളയേണ്ട കാലങ്ങളൊക്കെ വാസ്തവത്തിൽ ഈ ഒരു യജ്ഞത്തിന് വേണ്ടിയുള്ള ഹവിസായിട്ട് സ്വയം മാറുന്ന ആളുകൾക്ക് മാത്രമേ ഏത് രംഗത്തായാലും വിജയമുണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള വിജയം പ്രഭാവർമ്മയ്ക്കുണ്ടായതിൻ്റെ അംഗീകാരങ്ങളാണ് അദ്ദേഹത്തിനുണ്ടായത് എന്ന് പറയുന്നത് പോലെ തൻ്റെ മേഖലയിൽ സന്തോഷ് കുമാറും വളരെയധികം സമർപ്പണത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. കാവ്യപഠനം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സമീപകാലത്തെ പഠനങ്ങളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്ര പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ പ്രധാനമായിട്ട് നിലനിൽക്കുന്ന അവിടെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമായി കൂടി ഈ പുസ്തകത്തെ കാണണം. ഈ പുസ്തകം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കവികളിൽ ഒരാളായ പ്രഭാവർമ്മയുടെ കവിതയെക്കുറിച്ച് ഇതുപോലെയുള്ള സമഗ്ര പഠനങ്ങൾ ഇനിയും ഉണ്ടാകും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ട നസീബാണ് പുസ്തകം വാങ്ങിയത്, പുസ്തകം കൈപ്പറ്റിയത്. നസീബ് സംസാരിക്കും. അതിനുശേഷം ഇതിലെ മുഖ്യ പ്രഭാഷണം എന്ന് സങ്കല്പിച്ച പ്രഭാഷണം പ്രസാദാണ് ചെയ്യുന്നത്. അത് അവസാനിപ്പിക്കുന്നത് പ്രസാദിൻ്റെ ഒരു സ്വയം നിർണയാധികാരത്തിന് വിടുകയാണ്, എത്ര സമയം വരെ എടുക്കാമെന്നുള്ളത്. വർമാജിക്ക് സംസാരിക്കാവുന്ന ഒരു ആരോഗ്യസ്ഥിതിയുമല്ല, തന്നെയല്ല ഈ സന്ദർഭത്തിലൊരു അത് അദ്ദേഹം തന്നെ തീരുമാനിക്കും. എന്തായാലും നസീബ് രണ്ടു പേർക്ക് സംസാരിക്കും. ബഹുമാന്യനായ രവികുമാർ സർ, ബഹുമാന്യനായ KP രാമനുണ്ണി സർ, സഹോദര തുല്യനായ പ്രഭാവർമ്മ ചേട്ടൻ, പ്രിയപ്പെട്ട ഡോക്ടർ CR പ്രസാദ്, ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് എൻ്റെ സഹോദരൻ തന്നെയായ TK സന്തോഷ് കുമാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചെറുകാടിൻ്റെ 2 പുസ്തകങ്ങളുടെ പേര് ഒന്ന് ദിവ്യതീർത്ഥമെന്നും മറ്റൊന്ന് ശനിദിശ എന്നുമായിരുന്നു. കുട്ടിക്കാലത്ത് ഈ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടാണ് ചെറുകാട് ഇങ്ങനെ പേരിട്ടത് എന്ന്. പിന്നീട് എന്തുകൊണ്ടാണ് അങ്ങനെ പേരിട്ടത് എന്ന് മനസ്സിലാക്കിയത് ടൈനിൻ്റെ വംശസിദ്ധാന്തത്തെക്കുറിച്ച് വളരെ കൃത്യമായി വായിച്ചറിയാൻ കഴിഞ്ഞ ഒരു ഘട്ടത്തിലാണ്. ഒരു മനുഷ്യനും അയാളുടെ പരിസ്ഥിതിയിൽ നിന്ന്, അയാളുടെ പാരമ്പര്യത്തിൽ നിന്ന്, അയാളുടെ സാമൂഹിക ജീവിത വ്യവസ്ഥയിൽ നിന്ന് മാറിപ്പോകാൻ കഴിയില്ല. ജീവിതത്തിൻ്റെ വഴികളിൽ ഓരോ സാധ്യതകൾ ഉപയോഗിച്ച് അതിലെ ശരിതെറ്റുകൾ മനസ്സിലാക്കി അതിലെ തെറ്റുകളെ മുറിച്ച് കടക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ അയാളുടെ ജീവിതകാലത്ത് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ പ്രഭാവർമ്മയുടെ കവിതകൾ പലപ്പോഴും നിങ്ങൾ ഏത് കവിത എടുത്ത് വായിച്ചു കൊള്ളുക, ആ കവിതയിലെല്ലാം അത്തരം മുറിച്ച് കടപ്പ് കൃത്യമായി സാധ്യമാക്കുന്ന ശ്രദ്ധേയമായ സാമൂഹിക ജീവിത വ്യവസ്ഥകൾ സമ്മാനിക്കുന്ന ഇടങ്ങൾ
യഥേഷ്ടം കവിതയിലൊരുക്കുന്ന ഒരു കവിയെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കവിതയുടെ സവിശേഷത എന്നാണ് ഒറ്റവാക്കിൽ എനിക്ക് പറയാനുള്ളത്. അത് അദ്ദേഹം ജീവിക്കുകയും വായിക്കുകയും പഠിക്കുകയും ബന്ധപ്പെടുകയും ചെയ്ത മനുഷ്യരും ഇടങ്ങളും സാധ്യതകളും അദ്ദേഹത്തിൽ ചെലുത്തിയ സ്വാധീനത്തിൻ്റെ കൂടി സമ്മാനമാണ് എന്നുള്ളതാണ് പ്രത്യേകത. എന്തുകൊണ്ടാണ് ടി കെ സന്തോഷ് കുമാർ പ്രഭാവർമ്മയുടെ കവിതകളെക്കുറിച്ച് എഴുതിയത് എന്ന ചോദ്യത്തിനും ഇതേ ഉത്തരമാണ് എനിക്ക് പറയാനുള്ളത്. ജീവിതത്തിൽ ഒരുപാട് സമാനതകൾ അദ്ദേഹവുമായി ഞാൻ ടി കെ സന്തോഷ് കുമാറിൽ കണ്ടിട്ടുണ്ട്. പെരുമാറ്റങ്ങളിൽ, പ്രവർത്തികളിൽ, നിശബ്ദത സൂക്ഷിക്കുന്നതിൽ, സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നതിൽ, അതിൻ്റെ ആഴങ്ങളിൽ സൗഹൃദത്തിനപ്പുറത്തുള്ള ഒരു സാഹോദര്യം വെച്ച് സൂക്ഷിക്കുന്നതിലൊക്കെ കാണിക്കുന്ന കണിശതയും താല്പര്യവും ഉണ്ടല്ലോ. ആ താല്പര്യം അദ്ദേഹത്തിൻ്റെ എല്ലാ എഴുത്തിലുമുണ്ട്. ഇവിടെ രവികുമാർ സാറ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പത്രക്കാരനായി ജീവിതം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്കൊരിക്കലും തോന്നിയിരുന്നില്ല. അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം മുതൽ എനിക്ക് പരിചയമുണ്ട്. വിദ്യാർത്ഥിയായി ജീവിക്കുന്ന കാലം മുതൽ ഇന്ന് 55-ാമത്തെ വയസ്സിൽ അധ്യാപകനായി സർവകലാശാലയിൽ പ്രവർത്തിക്കുമ്പോൾ വരെ ടി കെ സന്തോഷ് കുമാർ എന്ന വ്യക്തി അല്പം പോലും വ്യത്യാസമില്ലാതെ ഇതേപോലെ തന്നെയാണ് പെരുമാറുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ പുസ്തകോത്സവത്തിലേക്ക് പങ്കെടുക്കാനായി ഒരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ നന്നായി വായിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് പറഞ്ഞു, നമ്മുടെ ടി കെ സന്തോഷ് കുമാർ സാറിന് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ എഴുതാൻ കഴിയുന്നത് എന്നാണ്. ഞാനും വായിക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരാളാണ്. പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ എഴുതാൻ കഴിയുന്നത് എന്നാണ്. എപ്പോഴും പരിഭവങ്ങളാണ് പറയുന്നത്. പരിഭവങ്ങളുള്ള ആൾക്ക് എപ്പോഴാണ് നിശബ്ദമായിരുന്ന് ഇത്രയും നേരം എഴുതാൻ കഴിയുന്നത് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭാസം തന്നെയാണ്. അദ്ദേഹം ആശുപത്രിയിൽ കിടന്നപ്പോൾ 17 കവിതകളാണ് എഴുതിയത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ദൈവവിശ്വാസിയല്ല, പക്ഷേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇന്നലെ, ഇനി സന്തോഷിനെ ഒരിക്കലും ആശുപത്രിയിൽ കിടത്തരുതേ എന്ന്. അങ്ങനെ ഏറ്റെടുക്കുന്ന പ്രവർത്തികളിലെല്ലാം മനസ്സ് സമർപ്പിക്കുക എന്ന വലിയൊരു ശ്രമം അദ്ദേഹത്തിൻ്റെ കവിതകളിലും അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന മേഖലകളിലും അധ്യാപന മേഖലയിലും ജീവിതത്തിലുമുണ്ട് എന്നുള്ളതാണ് ടി കെ സന്തോഷ് കുമാറിൻ്റെ സവിശേഷത. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല, പക്ഷേ ആ പുസ്തകത്തിൽ അതുണ്ടാകും എന്നെനിക്കുറപ്പാണ്. കാരണം സന്തോഷിൻ്റെ കവിതകളും വർമ്മസാറിൻ്റെ കവിതകളെക്കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിൻ്റെ തട്ടും മുട്ടുമൊക്കെ അനുഭവിച്ച് ജീവിതത്തിൻ്റെ തട്ടുകൾക്കും മുട്ടുകൾക്കുമെല്ലാം അപ്പുറത്ത് കണ്ട കാഴ്ചകളും അനുഭവങ്ങളും മനോഹരമായി സ്വാംശീകരിച്ചു വച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ ഇടങ്ങൾ തന്നെയാണ് സന്തോഷിൻ്റെ കവിതകളും വർമ്മസാറിൻ്റേത് പോലെ തന്നെയാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. തീർച്ചയായും ടി കെ സന്തോഷ് കുമാർ നടത്തിയ ഈ വലിയ ശ്രമം മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായ കവി, അല്പവും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഞാൻ പറയും, മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായ കവിയെ ഏറ്റവും നന്നായി സ്പർശിക്കാൻ അദ്ദേഹം കാണിച്ച ഈ വലിയ മാതൃക മലയാള സാഹിത്യത്തിന് ഒരു അനുഗ്രഹവും ഒരു വഴിയുമാകും എന്ന് എനിക്കുറപ്പാണ്. ബഹുമാന്യനായ പ്രഭാവർമ്മ സാറിൻ്റെ കവിതകൾ മലയാളിയുടെ ആത്മാവിൻ്റെ ശബ്ദമായി മാറുന്ന കാലമുണ്ടാകും. ആ ശബ്ദം കേൾക്കുന്ന ടി കെ സന്തോഷ് കുമാറിനെ പോലെയുള്ള ഒരുപാട് പേർ അതിനെ വീണ്ടും വീണ്ടും മലയാളിയുടെ ഓർമ്മകളിൽ സ്ഥാപിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രഭാവർമ്മ ചേട്ടനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ ടി കെ സന്തോഷ് കുമാറിനും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ആരുടെയും പേരെടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല.
ഞാൻ ആശ്വസിച്ചാണ് യഥാർത്ഥത്തിൽ ഇങ്ങോട്ടേക്ക് വന്നത്. കാരണം എനിക്ക് മുമ്പ് ഇത്രയും ആൾക്കാർ സംസാരിക്കാനുള്ളത് കൊണ്ട് എനിക്കൊന്നും സംസാരിക്കേണ്ടി വരില്ലല്ലോ എന്ന് ആശ്വസിച്ചാണ് ഇവിടെ വന്നത്. അപ്പോഴാണ് ഏറ്റവും അവസാനം മുഖ്യപ്രഭാഷണം ഞാൻ തന്നെ നടത്തണമെന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് വന്നത്. രണ്ട് പേരെയും ഒരുപോലെ പറയണം, ടി കെ സന്തോഷ് കുമാറിനെയും അതോടൊപ്പം തന്നെ പ്രഭാവർമ്മയെയും. സന്തോഷ് കവിത എഴുതി തുടങ്ങി വന്ന ആളാണ്. പ്രത്യേകിച്ച് കേരള കവിതയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നല്ല കവിതകൾ എഴുതി. ആ സമയത്ത് തന്നെ പലപ്പോഴും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. ആ സൗഹൃദം ഇപ്പോഴും തുടരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അത് പറഞ്ഞാൽ മനസ്സിലാകും അപ്പോൾ എന്തായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള സമീപനം എന്നുള്ളത്. കൂടുതൽ സന്തോഷിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഈ പുസ്തകത്തെക്കുറിച്ചാണ്. അപ്പോൾ സന്തോഷിനെക്കുറിച്ചുള്ള വാക്കുകളും ആയി മാറും അത് എന്ന് കരുതുന്നു. ചന്ദനനാഴി എന്ന പ്രഭാവർമ്മയുടെ സമാഹാരം വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് ആ സമാഹാരത്തെക്കുറിച്ച് വളരെ ശക്തിപൂർവമായ വിമർശനം മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് കേരള സർവകലാശാലയിൽ അന്ന് ഗവേഷണം ചെയ്തിരുന്ന ഒരു ഗവേഷകനിൽ നിന്ന് തന്നെ ആയിരുന്നു താനും. ചന്ദനനാഴി എന്ന പേരായിരുന്നു അതിന് കാരണം. ഒരു മരനാഴി എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ചോദ്യം. നാഴി എന്തുകൊണ്ട് ചന്ദനമായി എന്നുള്ളതാണ് പ്രശ്നം. ആ കാലഘട്ടം എന്ന് പറയുന്നത് ആധുനികതയുടെ കാലഘട്ടമാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. എന്തായിരുന്നു ആ കാലഘട്ടം? സ്ട്രക്ചറലിസത്തിൻ്റെ കാലഘട്ടമാണ്. വാക്കെന്ന് പറയുന്നത് സ്വയം നിശ്ചിതമായ ഒരു അർത്ഥത്തിൻ്റെ കാലമല്ല എന്നും വാക്കെന്ന് പറയുന്നത് വായിക്കുന്നവൻ സൃഷ്ടിക്കുന്ന അർത്ഥമാണ് എന്നും വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിശക്തിയുക്തം വാദിക്കുന്ന ഒരാൾ ചന്ദനനാഴി എന്ന് പറയുന്നതിന് കൃത്യമായി ഒരു പാരമ്പര്യ അർത്ഥം കാണുകയും അതിനെ ആ രീതിയിൽ വിമർശിക്കുകയും ചെയ്തത്. ഞാൻ അദ്ദേഹത്തിനോട് ആ സമയത്ത് ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വാദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ വാദിക്കുന്നത് വാക്കിൻ്റെ അർത്ഥം ജനിക്കുന്നത് സന്ദർഭത്തിൽ നിന്നാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു അർത്ഥമുണ്ടാകാം, പക്ഷേ ആ അർത്ഥം ഒരുപാട് വാക്കുകളുടെ അർത്ഥങ്ങളുടെ ഷെയ്ഡ്സ് ഓഫ് മീനിങ്, അർത്ഥങ്ങളുടെ ഒരുപാട് അനന്ത സാധ്യതകൾ സൃഷ്ടിക്കുന്നത് അത് ആ കവി അല്ലെങ്കിൽ എഴുത്തുകാരൻ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ആ വാക്കിനെ കൊണ്ടുവയ്ക്കുന്നതിലൂടെയാണ് എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി. പ്രഭാവർമ്മ ഈ ഒരു വസ്തുത വളരെ കൃത്യമായി മനസ്സിൽ വെക്കുകയും എന്തൊക്കെയാണ് മലയാള കവിതയിൽ നിന്ന് തുടച്ചു നീക്കാൻ ശ്രമിച്ചത്, ആധുനികതയുടെ കാലഘട്ടത്തിൽ എന്തൊക്കെയാണോ മലയാളത്തിൽ നിന്ന് മലയാള കവിതയിൽ നിന്ന് തുടച്ചു നീക്കാൻ ശ്രമിച്ചത്, ആ തുടച്ചു നീക്കാൻ ശ്രമിച്ചതിനെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് പുതിയ ഒരു തലം അതിന് നൽകാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രഭാവർമ്മ മലയാള കവിതയിൽ ചെയ്ത ഏറ്റവും വലിയ സേവനം. അവിടെയാണ് പ്രഭാവർമ്മയെ എന്നെ പോലെയുള്ള ഒരു വായനക്കാരൻ നമിക്കുകയും ചെയ്യുന്നത്. പലപ്പോഴും ഇതിൻ്റെ അകത്ത് സന്തോഷ് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ വാക്യം വായിക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നത്. പ്രഭാവർമ്മ നാളിതുവരെ അനുകരണങ്ങൾക്കും പെട്ടെന്ന് കയ്യടികൾ കിട്ടുന്ന കാവ്യപ്രവണതകൾക്കും പിന്നാലെ പോയിട്ടില്ല. ഈ ഒരൊറ്റ വാക്യം മതി പ്രഭാവർമ്മയെ അടയാളപ്പെടുത്താൻ. ആ കാലഘട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ പ്രഭാവർമ്മയെ സംബന്ധിച്ചിടത്തോളം ഭാഷ എന്ന് പറയുന്നത് ഒരു കരതലാമലകം പോലെ കയ്യിൽ ഉള്ളംകൈയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കവിയാണ് പ്രഭാവർമ്മ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരേ സമയം മലയാളവും ഒരേ സമയം ഇംഗ്ലീഷും അതുപോലെ തന്നെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് പ്രഭാവർമ്മ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സന്ദർഭമനുസരിച്ചുള്ള വാക്കേതാണ് എന്ന് മനസ്സിൽ ഒരാശയം വന്നാൽ വാക്ക് ഓടിയെത്തും എന്ന് നമ്മൾ സാധാരണ ഇതിൽ പറയാറില്ലേ, ഓടിയെത്തുക, ഓടിയെത്തുന്ന വാക്കുകൾ. എന്നെ ഒന്ന് ഇങ്ങോട്ടേക്ക് എടുത്തു വെക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ കലമ്പി നിൽക്കുന്ന കുട്ടികളെ പോലെ കൂടെ നിൽക്കുന്ന വാക്കുകൾ ഒരെഴുത്തുകാരൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എഴുത്തുകാരാണ് മഹാന്മാരായ എഴുത്തുകാർ, മഹത്തായ എഴുത്തുകാർ. മഹാന്മാരെന്ന് പറയുമ്പോൾ പുതിയ അർത്ഥത്തിൽ വെച്ചുകൊണ്ട് അവിടെ ജെൻഡർ ഉണ്ട് എന്നൊന്നും നിങ്ങളൊന്നും ആരോപിക്കേണ്ട. മഹത്തായ എഴുത്തുകാർ ഉണ്ടാവുന്നത്. മലയാളം ഉപയോഗിക്കാൻ ഇപ്പോൾ പേടിയാണ്, വാക്കുപയോഗിക്കാൻ ഇപ്പോൾ പേടിയാണ്. ഏത് രീതിയിലാണ് അതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്ന് നമുക്കറിയില്ല. ആനുഷംഗികമായിട്ട് പറയട്ടെ, കുറേ നാളായി മലയാള സാഹിത്യത്തെക്കുറിച്ച്, മലയാള സാഹിത്യം വായിക്കാതെയും അതിനെക്കുറിച്ച് എഴുതാതെയും ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്.
അത് ഞാൻ പ്രഭാവർമ്മ സാറിനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാഹിത്യം എന്ന് പറയുന്നത് ഏറ്റവും കലുഷിതമായ വിഷം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് ഒരുപക്ഷെ അതിനെ എതിർക്കാം. പല രീതിയിലുള്ള ഖണ്ഡങ്ങളായി തിരിച്ചുകൊണ്ട് അതുമാത്രമേ സത്യമാവൂ, അതുമാത്രമേ സത്യമാകാവൂ എന്ന് ശഠിക്കുന്ന ഒരു കാലഘട്ടമാണ് മലയാള സാഹിത്യത്തിൽ ഉള്ളത്. ഇത് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ആ കാലഘട്ടത്തിന് തൊട്ട് മുമ്പായി ഉണ്ടായിരുന്ന ആ ഒരു ഘട്ടത്തിലാണ് പ്രഭാവർമ്മയെ പോലെയുള്ള എഴുത്തുകാർ ഇവിടെ കാലുറപ്പിച്ച് നിൽക്കാൻ ആ കാലഘട്ടത്തിൽ ശ്രമിച്ചത്. ആധുനികതയുടെ കാലഘട്ടത്തിൽ എന്തെല്ലാം രീതിയിലുള്ള പരീക്ഷണങ്ങളും എന്തെല്ലാം രീതിയിലുള്ള ആഖ്യാന സവിശേഷതകളും മലയാളികൾ പരിചയപ്പെട്ടു. മലയാള കവിത അതിൻ്റെ വിശ്വരൂപം പ്രകടിപ്പിച്ചത് ആ കാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കാലഘട്ടത്തിൽ പാരമ്പര്യത്തിൻ്റെ സവിശേഷതകൾ, പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത്ര മോശമായ വാക്കാണെന്ന് നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല. അതിവിടെ രാമനുണ്ണി പറഞ്ഞു. എന്താണ് പാരമ്പര്യം? പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മൾ നിലനിൽക്കാൻ പറ്റുന്ന ഒരു കരുത്തിനെയാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ കാല് കുത്തി നിൽക്കുന്ന ഇടമാണ്. ഈ കാല് കുത്തി നിൽക്കുന്ന ഇടത്തെ തരണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കാത്തവരെ നോക്കുമ്പോൾ നമുക്ക് വിമർശിക്കാം. ഞാൻ കാലൂന്നി നിൽക്കുന്ന ഈ പാരമ്പര്യത്തെ ഒരു കാല് ഊന്നിയിട്ട് മറ്റേ കാല് മുന്നോട്ട് വയ്ക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അത് ശ്രമിക്കാത്ത ആൾക്കാരുടെ കുഴപ്പമാണ്. പ്രഭാവർമ്മ ചെയ്തത് പാരമ്പര്യം എന്നിടത്ത് കാലൂന്നിക്കൊണ്ട് അവിടെ നിന്നും മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ നടപ്പെന്നോ അതിനെയാണ് നമ്മൾ ഓട്ടമെന്നോ പറയുന്നത്. അങ്ങനെ എഴുത്തിലൂടെ കടന്നു വന്ന വ്യക്തിയാണ്, കവിയാണ് പ്രഭാവർമ്മ എന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ശ്യാമമാധവം പോലെയുള്ള ഒരു കൃതി എഴുതാനായിട്ട് സാധിക്കുന്നത്. വളരെ സമർത്ഥമായിട്ട് പ്രഭാവർമ്മയുടെ പാരമ്പര്യ ബോധം എന്താണ് എന്ന് സുസ്ഥിര കാവ്യ പരിസ്ഥിതിയുടെ ജൈവധാര എന്ന ഒന്നാമത്തെ ലേഖനത്തിൽ ടി കെ സന്തോഷ് കുമാർ പറയുന്നുണ്ട്. സന്തോഷ് ഈ കൃതിയിൽ പല സന്ദർഭത്തിലും കവിയായി മാറുകയും ചെയ്യുന്നുണ്ട്. ഈ കവിതയെ കുറിച്ച് എഴുതുമ്പോൾ സന്തോഷം കവിയായി മാറുന്നുണ്ട്. പല സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ ഭാഷ ആ രീതിയിൽ തരളമായി മാറുന്നുണ്ട്. അത് ആ വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരും. തരളമായി മാറുന്നത് വായനയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒരു പക്ഷേ സന്തോഷിന് പ്രഭാവർമ്മയുടെ കവിതയോടുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു സൂചന കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃഷ്ണൻ എന്ന് പറയുന്ന സങ്കല്പം, നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു പൊളിറ്റീഷ്യൻ, ഏറ്റവും നല്ല ഡിപ്ലോമാറ്റാണ് മഹാഭാരതത്തിലെ കൃഷ്ണൻ. ഇത്രയും നല്ലൊരു ഡിപ്ലോമാറ്റിനെ നമ്മൾ വേറെ ഒരിടത്തും കാണാനായിട്ട് സാധിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ കൃഷ്ണനെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? കൃഷ്ണനെ ഒന്നില്ലെങ്കിൽ കാമുകനായിട്ട് നമ്മൾ കാണുന്നു, പല രീതിയിൽ, അല്ലെങ്കിൽ കൃഷ്ണ ഉണ്ണിക്കണ്ണനായിട്ട് കാണുന്നു. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആ മനുഷ്യനൊരു മനുഷ്യനല്ലേ? ആ മനുഷ്യനൊരു മനസ്സില്ലേ? ആ മനുഷ്യൻ അഭിമുഖീകരിച്ച ജീവിത സന്ദർഭങ്ങളിൽ അയാൾക്ക് എന്തൊക്കെയാണ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്? എല്ലാം സുന്ദരമായിട്ട് പോകുന്നതാണോ? എപ്പോഴും ഓടക്കുഴൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ? എപ്പോഴും സന്തോഷിച്ച് നടക്കുന്ന ആളാണോ? എപ്പോഴും സ്ത്രീകളുടെ പിന്നാലെ നടക്കുന്ന ആളാണോ? അങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? ഇയാൾ ഒരു വ്യക്തി എന്ന നിലയിൽ എത്രയോ സന്ദർഭങ്ങളിലൂടെയാണ്, ജീവിത മുഹൂർത്തങ്ങളിലൂടെയാണ് അയാൾ കടന്നുപോയത്. മനുഷ്യ സാധ്യമെന്ന് നമ്മൾ കരുതാവുന്ന ഒരു ജീവിതത്തിൻ്റെ എല്ലാ തരണങ്ങളിലൂടെയും അദ്ദേഹം കടന്നു പോയിട്ടില്ലേ? രണ്ട് കുടുംബത്തെ യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഇടക്കണ്ണിയായിട്ട് നിന്ന ആ ഒരു മനുഷ്യൻ രണ്ടും രണ്ട് രീതിയിലാണ്. 5 പേര് ഇപ്പറേ, 5-ൽ ഒരാളും കൂടെ അപ്പറേ, അങ്ങനെ 100, 101 അപ്പറേ, ഇവിടെ 5, ഇവിടെ 101 അങ്ങനെ ആവത്തുള്ളൂ. അല്ല ദുശലയും കൂടെ ചേർന്നല്ല 101 ആവുന്നു. 101 അപ്പുറത്ത്, 100 ഇപ്പുറത്ത്, ഇതിന് രണ്ടിന് ഇടയ്ക്ക് നിൽക്കുകയാണ് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ, മനുഷ്യജീവിതത്തിൻ്റെ 2 ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭൂമധ്യരേഖയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ. 2 ധ്രുവങ്ങളാണ്. ഒരു ജീവിതത്തിൻ്റെ ഒരു ധ്രുവം 101 പേര് പങ്കുവെക്കുമ്പം 5 പേർ വേറെ ഒരു ധ്രുവത്തിൽ നിൽക്കുകയാണ്. ഇതിനെ രണ്ടിനെയും കൂടെ കണ്ടുകൊണ്ട് ഇടയ്ക്ക് നിൽക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ എന്തെല്ലാം ജീവിത ബോധമുണ്ടാകാം, അനുഭവങ്ങളുണ്ടാകാം. ഈ അനുഭവത്തെ അയാൾക്ക് എങ്ങനെ തരണം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവാം എന്ന് ഒരാളുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാവുകയും ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ ചിന്തയെ കവിതയിലേക്ക് തർജ്ജിമ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ശ്യാമമാധവം പോലെയുള്ള ഒരു കൃതി ഉണ്ടാകുന്നത്.
ശ്യാമമാധവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാർമേഘ കണ്ണൻ എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് നമ്മൾ അതിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ടാകുന്നത്. ആ കാർമേഘ കണ്ണനുമായിട്ട് ഒരു ബന്ധവുമില്ല ഈ ശ്യാമമാധവത്തിലെ കണ്ണന്. ശ്യാമം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൻ്റെ അവ്യാഖ്യേയമായ ചില ഇടങ്ങളാണ്. നമ്മൾ കാണാത്ത കൃഷ്ണൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചില ഇടങ്ങളിലേക്ക്, കറുത്ത ഇടം എന്നത് മോശം എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ കാണാത്ത ഇടത്തിലേക്ക് ടോർച്ച് തെളിക്കുന്നത് പോലെ ഈ കവിത നമ്മളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതാണ് ശ്യാമമാധവത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഈ ശ്യാമമാധവം പ്രസിദ്ധീകരിച്ചു വരുന്ന സന്ദർഭത്തിൽ മലയാളത്തിലുണ്ടായ ഒരു സംഭവം എന്താണ് എന്ന് നമുക്കറിയാം. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതൊരു വായനയുടെ ഒരു തലമാണ്. അതൊരു പക്ഷേ വായനയുടെ ഒരു തലമാകാം. അതിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എപ്പോഴും നമ്മൾ എഴുത്തിൻ്റെയും വായനയുടെയും ജനാധിപത്യത്തെ അംഗീകരിക്കുന്നവരാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ജനാധിപത്യത്തെ അംഗീകരിക്കുമ്പോഴാണ് വൈവിധ്യമുള്ള രചനകൾ ഉണ്ടാവുകയും വൈവിധ്യമുള്ള സമീപനം ഉണ്ടാവുകയും ചെയ്യുന്നത്. അങ്ങനെ വൈവിധ്യത്തെ നിഷേധിക്കുകയാണെങ്കിൽ അതാണ് ഫാസിസം എന്ന് നമ്മൾ പറയുന്നത്. ആ ഫാസിസത്തെ നമ്മൾ എതിർക്കണമെന്നുണ്ടെങ്കിൽ ആ എതിർപ്പിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ആധുനികതയുടെ കാലഘട്ടത്തിലും ഉത്തരാധുനികതയുടെ കാലഘട്ടത്തിലും പ്രഭാവർമ്മ എന്ന കവി കാലുറപ്പിച്ചു നിൽക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഈ ഒന്നാമത്തെ ഇതിൻ്റെ പഠനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊതുവായിട്ടുള്ള ഒരു സമീപനമാണ് നടത്തുന്നതെങ്കിൽ മലയാള കവിതയിൽ പ്രഭാവർമ്മയുടെ സ്ഥാനം എന്താണ്, ഇടമെന്താണ് എന്ന് കൃത്യമായി നിർവചിക്കുന്നുണ്ട് എങ്കിൽ രണ്ടാമത്തെ ഭാഗത്ത് ഞാൻ ഈ പറഞ്ഞ ശ്യാമമാധവം എന്ന് പറയുന്ന കൃതിയെക്കുറിച്ചുള്ള അന്വേഷണമാണ്. കനൽ ചിലമ്പ് എന്നത് സ്ത്രീ പ്രതിരോധത്തിൻ്റെ പുതു ചിലപ്പതികാരം എന്ന് പറയുന്നിടത്ത് സ്ത്രീപക്ഷ നിലപാടുകളിൽ നിന്നുകൊണ്ട് ആ കാവ്യത്തെ പരിശോധിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. സ്ത്രീപക്ഷ നിലപാടിൽ നിന്നുകൊണ്ട് കാവ്യത്തെ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സ്ത്രീയുടെ ഭാഷയുണ്ടോ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. അലീഷ്യ ഓസ്ട്രിക്കർ പറയുന്നത് സ്റ്റീലിംഗ് ദ ലാംഗ്വേജ് എന്ന് പറഞ്ഞതുപോലെ 60കളിലുണ്ടായ അമേരിക്കൻ കവിതകളെ പഠിച്ചുകൊണ്ട് അവർ എഴുതിയിരിക്കുന്ന ഒരു പ്രബന്ധത്തിൽ പുരുഷന്മാരുടെ ഭാഷയെ നിങ്ങൾ കൊള്ളയടിക്കണം, മൊഴിക്കൊള്ള എന്ന് വേണമെന്നുണ്ടല്ലോ എന്ന് മലയാളത്തിൽ പറയാം, കൊള്ളയടിക്കണം, നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ അത്തരം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണോ യഥാർത്ഥത്തിൽ ഈ കനൽ ചിലമ്പ് എന്ന് പറയുന്ന കാവ്യം എഴുതിയിരിക്കുന്നത്? യാതൊരു സംശയമില്ല, അങ്ങനെയല്ല. കാരണം പ്രഭാവർമ്മയാൽ എഴുതിയ കവിതയാണത്. പ്രഭാവർമ്മ എഴുതിയ കവിതയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാവ്യഭാഷയ്ക്ക് ഒരു സവിശേഷതയുണ്ട്. ആ സവിശേഷത എന്ന് പറയുന്നത് ഈ സ്ത്രീപക്ഷ നിലപാടുകളെ ഒരു പുരുഷൻ എന്ന നിലയിൽ എങ്ങനെ നിന്ന് കാണാൻ സാധിക്കുന്നു എന്നുള്ള രീതിയിലുള്ള സമീപനം അതിൽ കടന്നു വരുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ മലയാള കവിതയെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായ ഒരു ഇടത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. സന്തോഷ് അത് വളരെ കൃത്യമായിട്ട് അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. രൗദ്രസാത്വികം എന്ന് പറയുന്നത് ഇതിൽ തീർത്തും വ്യത്യസ്തമായ ഒന്നാണ്. നമ്മൾക്ക് പരിചിതമല്ലാത്ത ഒരു ഇതിവൃത്തം, ആ പരിചിതമല്ലാത്ത ഇതിവൃത്തത്തെ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഭാവുകത്വ പരിസരം സൃഷ്ടിക്കുന്ന ഒന്നായി മാറുന്നു. അനുബന്ധമായിട്ട് കവിതയുടെ സൂര്യഹൃദയം എന്ന് പറയുന്ന ഒരു ലേഖനം കൂടി ഇതിലുണ്ട്. ഇത്തരം പുസ്തകങ്ങളുടെ പ്രസക്തി എന്താണ്? മലയാള നിരൂപണത്തിനൊരു പ്രശ്നമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് മുമ്പോട്ട് വെച്ചുകൊണ്ട് ആ കൺസെപ്റ്റിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള കുറേയേറെ കൃതികൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള പഠനങ്ങളാണ് സാധാരണഗതിയിൽ വരുന്നത്. ഒരു കൺസെപ്റ്റ് മുന്നോട്ട് എന്നിട്ട് കുറേ ആൾക്കാരുടെ അതിൽ സാബു കോട്ടുക്കൽ വരാം, അതിൽ ഉദയകല വരാം, അതോടൊപ്പം തന്നെ അതിൽ സന്തോഷ് വരാം, എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കൺസെപ്റ്റിൽ ഓരോന്നിനെ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ചെയ്യുക. അതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നു അത് മലയാളത്തിൽ യഥാർത്ഥത്തിൽ ഈ സംസ്കാര വിമർശനം കടന്നു വന്നതിന് ശേഷം വന്നിരിക്കുന്ന ഒരു പ്രവണതയായിട്ടാണ് ഞാൻ കാണുന്നത്. ആ പ്രവണതയ്ക്ക് അതിൻ്റേതായിട്ടുള്ള സവിശേഷതകളുണ്ടാകാം, അതിനെ ഞാൻ നിഷേധിക്കുകയല്ല. മറിച്ച് ഒരു രചനയുടെ സവിശേഷതയെ കൃത്യമായി കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു നിരൂപണ പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ഒരു എഴുത്തുകാരനെ സവിശേഷമായി പഠിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. അതിലൂടെ അടയാളപ്പെടുന്ന എന്താണ്? ഈ എഴുത്തുകാരൻ്റെ രചനയുടെ സവിശേഷത മാത്രമല്ല, അതോടൊപ്പം തന്നെ ഈ എഴുത്തുകാരൻ നിലനിൽക്കുന്ന ജീവിക്കുന്ന കാലഘട്ടത്തിലെ മലയാളത്തിൻ്റെ സ്വഭാവം കൂടിയാണ് അതിലൂടെ തെളിയുന്നത്. എഴുത്തുകാരനെ മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്. ഇതിൽ കനൽ ചിലമ്പ് എന്ന് പറയുന്ന ഒരു കൃതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ, ശ്യാമമാധവം എന്ന് പറയുന്ന കൃതിയെക്കുറിച്ച് സന്തോഷ് പഠിക്കുമ്പോൾ, സന്തോഷ് അന്വേഷിക്കുന്നത് ശ്യാമമാധവം എഴുതിയ ഈ പ്രഭാവർമ്മ എന്നൊരു എഴുത്തുകാരനെ മാത്രമല്ല സന്തോഷിന് മുമ്പിലുള്ളത്, മറിച്ച്
ഈ കൃതി എഴുതുന്ന കാലഘട്ടത്തിലെ മലയാള സാഹിത്യം കൂടിയാണ്, മലയാള കവിത കൂടിയാണ്. അവിടെയാണ് ഈ പഠനത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അങ്ങനെ ഏറ്റവും നല്ല ഒരു പഠനഗ്രന്ഥം ഒരെഴുത്തുകാരനെക്കുറിച്ച് ഒരെഴുത്തുകാരൻ എഴുതിയ കൃതി എന്ന നിലയിലാണ് ഇത് പ്രസക്തമാകുന്നത്. മിക്കവാറും ഇപ്പം എഡിറ്റർ ബക്സ് ഒരുപാട് കടന്നു വരും. എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരാളെ എടുക്കുക, എന്നിട്ട് ഞാൻ എഡിറ്ററാവുക, 100 പേരെ കൊണ്ട് പ്രബന്ധം എഴുതിക്കുക, ഞാൻ എന്നിട്ട് ഒരു ചെറിയൊരു 2 പേജുള്ള ഒരു ആമുഖം കൂടെ തയ്യാറാക്കുക, പ്രസിദ്ധീകരിക്കുക. അത് എന്ന് പറയുന്ന വൈവിധ്യമാണ്. അതിനെ ഒരു രീതിയിൽ കാണാം. പക്ഷേ ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഒരെഴുത്തുകാരൻ്റെ കൃതികളെ ഒരെഴുത്തുകാരൻ ആവിഷ്കരിക്കുന്നുള്ളതാണ്. കവിയെ കവി ആവിഷ്കരിക്കുന്നുള്ള. സന്തോഷ് നല്ലൊരു കവിയാണ് കേട്ടോ. ഇവിടെ നസീബ് പരോക്ഷ സൂചിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതകൾ പണ്ടുണ്ടായിരുന്ന കവിതകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൻ്റെ മറ്റൊരു രീതിയിൽ ശക്തമായിട്ട് കടന്നു വന്നത് സന്തോഷ് ആശുപത്രിയിൽ കിടക്കയിൽ കിടന്നപ്പോൾ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സന്തോഷോട് ഞാനത് പറയുകയും ചെയ്തു. സന്തോഷ് കുറച്ച് നാൾ ആശുപത്രിവാസം സന്തോഷ് നന്നായി എന്ന് പറഞ്ഞു. ബാക്കി എല്ലാത്തിൽ നിന്നും മാറിയിട്ട് പഴയ കവി കൂടുതൽ ശക്തമായിട്ട് കടന്നു വന്നൊരു കാലഘട്ടം കൂടിയാണത്. അപ്പോൾ ഒരു കവി മറ്റൊരു കവിയെ കണ്ടെത്താനായിട്ടുള്ള ശ്രമം, അത് ഒരുപക്ഷെ പ്രഭാവർമ്മ എന്ന് പറയുന്ന കവി ONV കുറുപ്പിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കവിക്ക് ഒരു കവിയെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഒരു കവിക്ക് ഒരു കവിയുടെ ഭാഷ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ പുസ്തകം, കവിതയുടെ രാഗപൂർണിമ എന്ന ഈ പുസ്തകം. ഇതിനു മുമ്പും ഞാൻ കണ്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. ഞാനിത് വായിച്ചുകൊണ്ട് എനിക്കൊരു കാര്യം മാത്രമേ ഇതിനോട് വിയോജിച്ച് പറയാനായിട്ടുള്ളൂ. അതും കൂടെ പറയണമല്ലോ. സന്തോഷ് ഒന്നാമത്തെ പ്രബന്ധം എന്ന് പറയുന്നത് വളരെ ഇരുന്ന് കൈകാര്യം ചെയ്ത് എഴുതിയതെങ്കിൽ അടുത്ത മുതലുള്ള പ്രബന്ധത്തിൽ സന്തോഷ് സ്വല്പം ഒരു ആലസ്യം കാണിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അത് അടുത്ത എഡിഷൻ വരുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ ഉള്ളിലേക്ക് പല കാര്യങ്ങളിലും സന്തോഷിന് ചേർക്കാൻ പറ്റുന്നതുണ്ട്. അത് ചില സൂചനകൾ നൽകിക്കൊണ്ട് സന്തോഷ് കടന്നു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ആ സൂചനകളെ ഒന്ന് വിപുലമാക്കി വളരെ ഭംഗിയായിട്ട് അടുത്ത എഡിഷനിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിൽ കൂടെ പ്രഭാവർമ്മ എന്ന കവി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു, സന്തോഷ് എന്ന നിരൂപകൻ കടന്നു വരുന്നു. ഇങ്ങനെ ഒരു സംഭാഷണത്തിന് അവസരമൊരുക്കിയ ഇതിൻ്റെ സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ ഈ വേദിയിലിരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളോടൊപ്പം ഇരിക്കുന്ന ഒരു തോന്നലാണ് ഉണ്ടാവുന്നത്. ഇവരൊക്കെ എനിക്ക് സഹോദര സമാനരായിട്ടുള്ള ആളുകളാണ് എല്ലാവരും തന്നെ. സന്തോഷാകട്ടെ ഒരു ഇളയ സഹോദരനുമാണ്. അങ്ങനെ ഇവിടെ അനൗപചാരികമായി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ഡോക്ടർ KS രവികുമാർ അദ്ദേഹം എന്നോട് സൂചിപ്പിക്കുകയായിരുന്നു, വർമ്മ എഴുതി തുടങ്ങിയിട്ട് 50 വർഷമായി എന്ന്. സത്യമാണ്. എഴുത്തിൻ്റെ നൂറ്റാണ്ട് എത്തുന്ന ഘട്ടത്തിലാണ് ഈ വിധത്തിലുള്ള ഒരു കൃതി പ്രകാശിതമാകുന്നത്. എഴുത്തിൻ്റെ അല്ല, ജീവിതത്തിൻ്റെ നൂറ്റാണ്ട് പിന്നിട്ട ഘട്ടത്തിൽ ഒരു കവി ഒരു ശ്ലോകം എഴുതി. VKG എന്നാണ് ആ കവിയുടെ പേര്, VK ഗോവിന്ദൻ നായർ. നൂറ്റാണ്ടിൽ പാതിയോളം പകലിരവും അഹങ്കാര ചർക്കയ്ക്കുമീതേ നൂറ്റേൻ ഹാ പാപനൂരിൻ കഴികൾ അത് കൃപാലോല ഞാൻ നെയ്തെടുത്തു. ചുറ്റിക്കാണുന്നൊരീ ജീവിതവസനമുപേക്ഷിച്ച് നിൻ കാൽ തുടയ്ക്കാൻ പറ്റിയിടും തോർത്തുമുണ്ടൊന്നിവനിനി വിരചിച്ചിടുവാൻ നേരമുണ്ടോ എന്നതാണത്. അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഇപ്പോഴത്തെ നിലപാടുകളിൽ നിന്നൊക്കെ മാറി മറ്റൊരു നിലപാടിലേക്ക് എത്താൻ ഇനി സമയമുണ്ടോ എന്നൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. എന്നാൽ നൂറ്റാണ്ടിൽ പാതിയോളം പകലിരവും അഹങ്കാര അർക്കയ്ക്ക് മീതേ നൂറ്റേൻ എന്ന് പറയുന്നുണ്ടല്ലോ. അഹങ്കാര അർക്കയ്ക്ക് മേലല്ലെങ്കിൽ പോലും ഞാൻ നൂറ്റുകൊണ്ടിരുന്നത് പ്രധാനമായും പത്രപ്രവർത്തനം ആണ്. പത്രപ്രവർത്തനവും കാവ്യപ്രവർത്തനവും ഒരുമിച്ച് പോവുകയില്ല എന്നുള്ളത് നിങ്ങൾക്കൊക്കെ തന്നെ അറിയാമായിരിക്കും. ഇടശ്ശേരിയുടെ ഒരു കവിതയുണ്ട്, വഴിക്കുളം എന്നാണ് അതിൻ്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കവിതയിൽ ഇടശ്ശേരി വഴിയോരത്തുള്ളൊരു കുളത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആ വഴിക്കുളത്തിന് ആകെ ഒരാഗ്രഹമേ ഉള്ളൂ, ഈ സൂര്യനെ, ജ്വലിച്ചു നിൽക്കുന്ന ആകാശത്തെ സൂര്യനെ ഒന്ന് തൻ്റെ മനസ്സിൽ, തൻ്റെ പ്രതലത്തിൽ പ്രതിബിംബിപ്പിക്കാൻ കഴിയണം.
അതിനുവേണ്ടി ധ്യാനപൂർവം അങ്ങനെ നിൽക്കുകയാണ് ഈ ജലാശയം. പക്ഷെ അതിനൊരിക്കലും കഴിയുന്നില്ല ഈ സൂര്യനെ ഒന്ന് പ്രതിഫലിപ്പിച്ചെടുക്കാൻ. എന്തുകൊണ്ടാണ്? ഒരു വഴിയോര കുളമാണത്. അപ്പോൾ ആരെങ്കിലും ഒരാളൊരു വിഴുപ്പ് കൊണ്ടുവന്ന് ഇതിലൊന്ന് ഉലച്ചിട്ട് പോകും, ഇങ്ങനെ ധ്യാനമഗ്നമായ മനസ്സുമായിട്ട് ഈ വഴിക്കുളം നിൽക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇതിനെ നിശ്ചലമായി നിൽക്കാൻ കഴിയുന്നില്ല വഴിക്കുളത്തിൻ്റെ മനസ്സിന്, വഴിക്കുളത്തിൻ്റെ ആ പ്രതലത്തിന്. അതുകൊണ്ട് തന്നെ ഒരിക്കലും സൂര്യനെ പ്രതിബിംബിക്കാൻ കഴിയാതെ പോവുക, ആ ഒരു നിർഭാഗ്യമാണ് വഴിക്കുളത്തിന് ഉള്ളതെങ്കിൽ പൊതുവെ പത്രപ്രവർത്തന രംഗത്ത് വ്യാപരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉണ്ടാകുന്നതും സമാനമായ ഒരവസ്ഥയാണ്. പക്ഷേ പത്രപ്രവർത്തന രംഗത്ത് വേണ്ടത്ര അർപ്പണബോധത്തോടുകൂടി ഒരു പക്ഷേ ഞാൻ പ്രവർത്തിച്ചിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ ആ മേഖലയിൽ കാര്യമായ തോതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലുമില്ലായിരിക്കാം. അതുകൊണ്ടാവാം കവിത എനിക്ക് കൈമോശം വരാതിരുന്നത് എന്ന് തോന്നുകയാണിപ്പോൾ തിരിഞ്ഞ് നിന്ന് ചിന്തിക്കുമ്പോൾ. കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതെല്ലാം ഒന്നും പാഴായിപ്പോയില്ല എന്ന് ആരോ എന്നോട് പറയുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. ആ വിധത്തിലുള്ള ഒരു തോന്നലാണ് ഡോക്ടർ ടി കെ സന്തോഷ് കുമാർ എൻ്റെ കാവ്യ സംഭാവനകളെക്കുറിച്ച് ഈ വിധത്തിലൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് ചെയ്തതെല്ലാം ഒന്നും പാഴായിപ്പോയില്ല. ഇവിടെ ഈ വേദിയിൽ വന്നു നിന്ന് ശ്രീ കെ പി രാമനുണ്ണി ആയാലും ഡോക്ടർ കെ എസ് രവികുമാർ ആയാലും പ്രിയപ്പെട്ട സി ആർ പ്രസാദ് ആയാലും നസീബായാലും ഇവരൊക്കെ തന്നെ എന്നെക്കുറിച്ചും എൻ്റെ കവിതയെക്കുറിച്ചും ഒക്കെ നല്ല വാക്കുകൾ പറയുമ്പോൾ, സത്യത്തിൽ ഈ പുതിയ കാലത്ത് നല്ല വാക്കുകൾ കേൾക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു അത്യപൂർവ സൗഭാഗ്യമാണ്. അങ്ങനെ ഉണ്ടാവാറില്ല സൗഭാഗ്യത്തിൻ്റെ നിമിഷങ്ങൾ. ഈ കവിതയൊന്നും എഴുതാൻ നിൽക്കണ്ടായിരുന്നു എന്ന് പോലും ചിന്തിക്കാൻ നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന തലത്തിലുള്ള അതിനിശ്ചിതമായിട്ടുള്ള ആക്രമണങ്ങളാണ് പലപ്പോഴും നേരിടേണ്ടി വരിക. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ചില നല്ല വാക്കുകളൊക്കെ കേൾക്കാൻ കഴിയുന്നു എന്നത് തീർച്ചയായും എൻ്റെ ജീവിതത്തിലെ വലിയ ധന്യതകളിലൊന്നാണ് എന്ന് പറയട്ടെ. സന്തോഷ് കുമാറിൻ്റെ ഈ പുസ്തകത്തിന് ഞാൻ നന്ദി പറയുകയാണ്, സന്തോഷ് കുമാറിൻ്റെ മനസ്സിന് ഞാൻ നന്ദി പറയുകയാണ്. ഇവിടെ നല്ല വാക്കുകൾ പറഞ്ഞ എല്ലാ ആളുകളോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയുമാണ്. ഇവിടെ ഇപ്പോൾ ഏതാണ്ടൊരു ചർച്ച തന്നെയാണ് നടന്നത്. ആ ചർച്ചയിൽ ഉയർന്നു വന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. പ്രഭാവർമ്മ എന്തുകൊണ്ട് ചന്ദ്രനാഴിയെക്കുറിച്ച് എഴുതുന്നു, മരനാഴിയെക്കുറിച്ച് എഴുതാതിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വലിയ വിവാദം തന്നെ ഒരു ഘട്ടത്തിലുണ്ടായി. അപ്പോൾ ഞാനെന്തോ ഒരു വരേണ്യ ബ്രാഹ്മണ്യത്തിൻ്റെ പ്രതിനിധിയാണ് എന്നുള്ള മട്ടിലുള്ള കടന്നാക്രമണങ്ങൾ അന്ന് തുടങ്ങി ഇന്നും തുടരുന്നുണ്ട്. ഞാൻ അതിനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള സത്യം. സത്യത്തിൽ സാഹിത്യത്തിൽ ഏറ്റവും പുതിയ സിദ്ധാന്തങ്ങൾ പലതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അതിലൊന്നാണ് തിയറി ഓഫ് ഫോർഗ്രൗണ്ടിങ് എന്ന് പറയും. ഈ തിയറി ഓഫ് ഫോർഗ്രൗണ്ടിങ് എന്നെ വലിയ തോതിൽ ന്യായീകരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയും. ഇപ്പോൾ സി വി രാമൻപിള്ള എന്തുകൊണ്ടാണ് മാർത്താണ്ഡവർമ്മ എഴുതിയത്, രാമരാജ ബഹദൂർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയത്, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് MT പാത്തുമ്മയുടെ ആട് എഴുതാതിരുന്നത്, എന്തുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ നാലുകെട്ട് എഴുതാതിരുന്നത്, ഈ ചോദ്യങ്ങളൊക്കെ തന്നെ അസംബന്ധങ്ങളാണ്. അത് അസംബന്ധങ്ങളാണ് എന്ന് സ്ഥാപിക്കുന്നതാണ് ഈ തിയറി ഓഫ് ഫോർഗ്രൗണ്ടിങ്. ഞാൻ ചന്ദ്രനാഴി എഴുതുമ്പോൾ ഈ തിയറി ഓഫ് ഫോർഗ്രൗണ്ടിങ് ഒന്നുമില്ല. തിയറി ഓഫ് ഫോർഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് മിലിറ്ററി സയൻസിൽ നിന്ന് സാഹിത്യത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു പ്രയോഗമാണ്. മിലിറ്ററി സയൻസിൽ ഇത് ഉപയോഗിക്കുന്നത് ഒരു സവിശേഷ അർത്ഥത്തിലാണ്. അതായത് ഒരു നിര സൈന്യം, ആ നിരയായി അങ്ങനെ സൈന്യം നിൽക്കുന്നു, 100 പേർ സൈനികർ ഒരേ യൂണിഫോമൊക്കെ അണിഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. അതിലാർക്കും ഒരു മുഖമില്ല ശരിക്കും. എന്നാൽ അതിൽ നിന്ന് ഒരാളെ ഒന്ന് മുൻപോട്ട് മാറ്റി നിർത്തുമ്പോഴോ നീക്കി നിർത്തുമ്പോഴോ അയാൾക്കൊരു പ്രത്യേക മുഖം വരുന്നു. നമ്മുടെ എല്ലാം ശ്രദ്ധ അതിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ അതാണ് തിയറി ഓഫ് ഫോർഗ്രൗണ്ടിങ്. 100 പേരുടെ ഇടയിൽ നിന്ന് ഒരാൾക്കൊരു പ്രത്യേക മുഖമുണ്ടാവുക. ആ മുഖം അത് ആ വിധത്തിലല്ലാതെ ആവുകയും വയ്യ. ഇപ്പോൾ സി വി രാമൻപിള്ളയ്ക്ക് എന്തുകൊണ്ടാണ് മറ്റൊരു വിധത്തിൽ എഴുതാൻ കഴിയാതിരുന്നത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഒരു രചനാ സംസ്കാരം എന്ന് പറയുന്നത്, അദ്ദേഹം ജീവിച്ച സാമൂഹിക സംസ്കാരം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംസ്കാരം എന്ന് പറയുന്നത് അദ്ദേഹത്തെ കൊണ്ട് അതേ എഴുതിക്കുമായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അതല്ലാതെ മറ്റൊന്ന് എഴുതാൻ അദ്ദേഹം നിന്നിരുന്നെങ്കിൽ അതൊരു ക്ലബർ റൈറ്റിംഗ് ആയിരുന്നേനെ, കൃത്രിമം ആയിരുന്നേനെ. ഇപ്പോൾ ഈ ക്ലബർ റൈറ്റിങ്ങിൻ്റെ ഒരു കാലമാണിത് എന്നുകൂടി ഇതിനോട് അനുബന്ധമായിട്ട് പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഒരു നോവൽ എഴുതുക, അല്ലെങ്കിൽ ഒരു കവിത എഴുതുക,
എന്നൊക്കെ പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അതിന് സ്വീകാര്യമാവുന്ന വിധത്തിൽ അതിനോടൊപ്പം വെക്കാവുന്ന തരത്തിലുള്ളത് എഴുതുക എന്നുള്ളതൊന്നും അല്ല വേണ്ടത്. നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ മണ്ണിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്ന് എന്താണോ സ്വാഭാവികമായി വരുന്നത് അത് എഴുതുകയാണ് വേണ്ടത്. എനിക്ക് പരിചിതമായൊരു ജീവിതത്തെക്കുറിച്ച് മാത്രമേ എനിക്ക് എഴുതാൻ പറ്റൂ. ഈ പാവപ്പെട്ട ഞാൻ എവിടെ എം ടി പരിചയിച്ചൊരു ജീവിത പരിസരത്തിൽ നിന്നുമുള്ള കഥാപാത്രങ്ങളെയും ജീവിത സന്ദർഭങ്ങളെയും മാത്രമേ എടുക്കാൻ പറ്റൂ. വൈക്കം മുഹമ്മദ് ബഷീറിന് അതേപോലെ തന്നെ അദ്ദേഹം പരിചയിച്ച ജീവിത സാഹചര്യങ്ങളിൽ നിന്നും അദ്ദേഹം നയിച്ച ജീവിതത്തിൽ നിന്നും ഒക്കെയുള്ള കഥാപാത്രങ്ങളെ മാത്രമേ എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് മറ്റൊരു വിധത്തിൽ എഴുതായിരുന്നത് എന്താണ് എന്ന ചോദ്യത്തിനൊരു അടിസ്ഥാനവുമില്ല എന്ന് സ്ഥാപിക്കുന്നതാണ് ഈ പറഞ്ഞ തിയറി ഓഫ് ഫോർഗ്രൗണ്ടിങ്. ഈ സാഹിത്യം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ള ഭാഷ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, അതിനെയൊക്കെ നിർണ്ണയിക്കുന്നത് വലിയൊരളവിൽ എൻ്റെ സംസ്കാരം കൂടിയാണ്. ആ സംസ്കാരത്തിൽ ത്യജിക്കേണ്ടതുണ്ടാവാം, അതേപോലെ തന്നെ സ്വീകരിക്കേണ്ടതുമുണ്ടാവാം. അതിൽ പലതും ത്യജിക്കേണ്ടതാണ് എന്ന തിരിച്ചറിവോടുകൂടി ത്യജിച്ചതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നയിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ പിന്നിലെ ഒരു പ്രത്യയശാസ്ത്ര ബോധം പോലും ഉണ്ടായിട്ടുള്ളത്. അതിനെപ്പോലും പരിഗണിക്കാത്ത വിധത്തിലുള്ള ആക്രമണങ്ങൾ ഈ പുതിയ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതൊന്നും മറുപടി അർഹിക്കുന്ന കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നതുമില്ല. ഇപ്പോൾ പരീക്ഷണാത്മക കവിതകളെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ ഈ ആരോ നമുക്ക് വേണ്ടി ചിന്തിച്ചിട്ട് മുമ്പോട്ട് വയ്ക്കുന്ന ചില സിദ്ധാന്തങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മൗലികമായിട്ട് എന്താണ് ലോകത്ത് നടക്കുന്നത്, ലോക സാഹിത്യത്തിൽ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി, ആ ഒരു ഫാക്കൽറ്റി തന്നെ വലിയ തോതിൽ പരിമിതപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ പരിമിതപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് നമ്മളിപ്പോഴും ആധുനികത എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആധുനികതയുടെയൊക്കെ ഘട്ടത്തിൽ നിന്നൊക്കെ സാഹിത്യം ഒത്തിരി മാറിപ്പോയി. എക്സ്പെരിമെൻ്റലിസത്തിൻ്റേതായൊരു ഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ആ എക്സ്പെരിമെൻ്റലിസത്തിൻ്റേതായ ഘട്ടത്തെ മാറ്റിവെച്ചുകൊണ്ട് എക്സ്പീരിയൻഷ്യലിസത്തിൻ്റേതായ പരീക്ഷണാത്മകതയുടേതായ ഘട്ടത്തെ അനുഭവാത്മകത കൊണ്ട് പകരം വയ്ക്കുന്ന ഒരു പ്രവണത ലോക സാഹിത്യത്തിലാകെ തന്നെ പ്രകടമായി പിന്നീട്. അതായത് ആഫ്രിക്കൻ കവിതയിലും നോർവീജിയൻ കവിതയിലും ലാറ്റിൻ അമേരിക്കൻ കവിതയിലും ബ്ലാക്ക് അമേരിക്കൻ കവിതയിലും അത്തരം കവിതകളൊക്കെ ഒന്ന് ഗാഠമായ പാരായണത്തിന് വിധേയമാക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ഇന്ന് ഈ കേരളത്തിൽ പല ആളുകളും മുഴക്കോലുമായിട്ട് നടക്കുന്നുണ്ടല്ലോ, ആധുനികതയുടെ മുഴക്കോല്. ആ മുഴക്കോല് കൊണ്ടേ അല്ല കവിതയെ അളക്കുന്നത്. ഈ ലാറ്റിൻ അമേരിക്കയിലാണെങ്കിലും ആഫ്രിക്കൻ കവിതയിലാണെങ്കിലും അവരൊക്കെ ഈ പരീക്ഷണാത്മകതയെ, രൂപപരമായ പരീക്ഷണാത്മകതയൊക്കെ കുടഞ്ഞെറിഞ്ഞിട്ട് അവരുടെ നാടിൻ്റെ എത്നിക്കായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് പോവുക ചെയ്യുന്നത്. അവരുടെ ഡ്രം ബീറ്റ് താളത്തിലേക്ക്, അവരുടെ മുളംപാട്ടിൻ്റെ ഈണത്തിലേക്ക് മടങ്ങിപ്പോവുക ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ചില ഗോത്രസ്മൃതികളെ അടക്കം ഉണർത്തിയെടുക്കുന്നതിന് ഇത് പ്രയോജനം ചെയ്യുമെന്നുള്ളൊരു ബോധം കൊണ്ടാണ്. അതുകൊണ്ട് പടിഞ്ഞാറ് എവിടെയോ ഒരു പരീക്ഷണം ഉണ്ടായി, ആ പരീക്ഷണത്തിൻ്റെ രീതിയിൽ നമ്മൾ എഴുതണമെന്ന് സങ്കല്പിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് നമ്മുടെ പല നിരൂപകരും ഇന്നും കഴിയുമ്പോൾ ലോക കവിത വലിയ തോതിൽ മാറുകയാണ് എന്നുള്ളത് നമ്മൾ കാണാതെ പോകുന്നുണ്ട്. അതൊന്നും എൻ്റെ ജോലിയല്ല, ഞാൻ നിരൂപകനൊന്നുമല്ല. കാവ്യ സംബന്ധമായ ചില പ്രബന്ധങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടാവാം, എങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് ഞാനൊരു നിരൂപകനൊന്നുമല്ല. എങ്കിൽ പോലും പല വിധത്തിലുള്ള വിമർശനങ്ങൾ പുതിയ കാലഘട്ടത്തിൽ കാണുമ്പോൾ അതെല്ലാം ഏറ്റവും ആധുനികമായൊരു കാലഘട്ടത്തിൻ്റെ പ്രതീക സ്ഥാനത്ത് നിൽക്കുന്നവയാണ് എന്ന് പലരും പറയുമ്പോൾ അതൊന്നുമല്ല ആധുനിക ലോക കവിത എന്ന് പറയണമെന്ന് തോന്നിപ്പോവും. പറയാതിരിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥ പോലും വന്നു പോകും. എന്ന് മാത്രമല്ല, അതിനൊക്കെ ഉപരിയായിട്ട് ലോക കവിതയുമായിട്ടുള്ള പരിചയം നമ്മുടെ അതിപ്രഗത്ഭരായ നിരൂപകർക്ക് പോലും വേണ്ട പോലെ ഇല്ലയോ എന്ന് സംശയിക്കേണ്ടി വരും. അതിൽ ചിലർക്കെങ്കിലും കവിത അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലയോ എന്നും ചിന്തിക്കേണ്ടി വരും. അത്തരം ഒരുപാട് ചിന്തകൾ പലപ്പോഴും മനസ്സിലുണ്ട്. ഞാനതൊന്നും എവിടെയും പ്രകടിപ്പിക്കാറില്ല. ഏതായാലും ഈ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട കവിത പാന്ഥൻ്റെ ഗീതം എന്നതൊക്കെ പ്രസിദ്ധീകരിച്ചിട്ട് 2 നൂറ്റാണ്ടോളം ആവുകയാണ്. ഈ ഒരു ഘട്ടത്തിലും എനിക്കിങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുന്നുണ്ട്. ഈ പതിറ്റാണ്ടുകളിലൊക്കെ ഇവിടെ എന്തെല്ലാം വലിയ ഫാഷനുകളുടെ പരീക്ഷണങ്ങളുടെ മലവെള്ളപ്പാച്ചിലുകൾ വന്നു. തീരം തകർത്തൊഴുകുന്ന വിധത്തിലുള്ള മലവെള്ളപ്പാച്ചിലുകൾ വന്നു. അതിൻ്റെ കൂടെ ഒഴുകിയില്ലെങ്കിൽ നമ്മൾ നിഷ്പ്രഭരായി പോകുന്നു, അപ്രസക്തരായി പോകുന്നു, സംഗതമല്ലാത്തൊരു കാവ്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി കാലഹരണപ്പെട്ടു പോകുമെന്നും വരെ പലരും പറഞ്ഞു. ഞാൻ അതിലൊന്നും ഭ്രമിച്ചിട്ടില്ല. എനിക്ക് കവിത എന്ന് തോന്നിയതേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ആ കവിത നമ്മുടെ സമൂഹത്തിന് സ്വീകാര്യമെങ്കിൽ സ്വീകാര്യം, അസ്വീകാര്യമെങ്കിൽ അസ്വീകാര്യം
ഏതായാലും ആരുടെയെങ്കിലും കൽപ്പന കേട്ട് ഏറ്റവും പുതിയ പ്രവണത അനുസരിച്ച്, ഏറ്റവും പുതിയ ഫാഷൻ അനുസരിച്ച് കവിത എഴുതാൻ ഞാൻ നിന്നിട്ടില്ല. അങ്ങനെ നിൽക്കാതിരുന്നതുകൊണ്ട് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുകൂടി പുതിയ കാലം എന്നോട് പറയുന്നുണ്ട് എന്നുള്ളത് വളരെ വിനയത്തോടു കൂടി അറിയിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. എല്ലാവരെയും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. നന്ദി.